الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين وسيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ അലഖാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ സൂറത്ത് മക്കിയാണ്. അതിൽ ഇജ്മാ ഉണ്ട്, അതുപോലെ തന്നെ വ്യക്തമായ ഹദീസുണ്ട്. ഈ സൂറത്ത് അവതരിച്ചതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയതിനെക്കുറിച്ചുള്ള ഹദീസ് അതിൽ വ്യക്തമാണ്. സൂറത്തുൽ അലഖ് മക്കയിൽ അവതരിച്ചതാണ് എന്നുള്ളത് ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ അവതരിച്ചിട്ടുള്ള ഹദീസ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഓതാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള സൂറത്താണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം നമസ്കാരത്തിൽ ദീർഘിച്ച് ഖുർആൻ പാരായണം ചെയ്ത് പരാതി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത സൂറത്തുകൾ പെട്ടതാണ്. ഇദാ സല്ലൈത ബിന്നാസ് ഫഖറ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വല്ലൈലി ഇദാ യഗ്ഷ വഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഈ 3 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതായി ഹദീസിൽ കാണാം. ഈ സൂറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഒന്നാമതായി വിശുദ്ധ ഖുർആനിൽ അവതരിച്ച സൂറത്താണ്. ഇതിൽ ആദ്യത്തെ 5 ആയത്തുകൾ അതാണ് ആദ്യമായി അവതരിച്ച വഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി അവതരിച്ച ആദ്യത്തെ ആയത്തുകൾ ഈ 5 ആയത്തുകളാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസാണ്. ഒന്നാമത്തെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ് കഴിഞ്ഞാൽ അതൊരു ആമുഖം പോലെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊടുത്തതാണ്, നെയ്യത്തിൻ്റെ ഹദീസ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഹദീസ് ഈ ഹദീസാണ്. കാരണം ആ അധ്യായത്തിൻ്റെ തലക്കെട്ട് ബദ്ഉൽ വഹി എന്നാണ്, വഹീൻ്റെ തുടക്കം എന്നാണ്. നെയ്യത്തിൻ്റെ ഹദീസിന് നേർക്കുനേരെ വഹിയുമായി ബന്ധമില്ല. അത് എല്ലാ കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടാകണം എന്ന ഒരു സൂചന അതിനുവേണ്ടി ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിച്ചതാണ്. അപ്പോൾ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസാണ്. ഒരു പക്ഷേ അല്ലാഹു ആലം വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്തായതുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ചുള്ള ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമതായി ഉദ്ധരിച്ചത്. സാന്ദർഭികമായിട്ട് ഒരു ഫായിദ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് സൂചിപ്പിക്കാം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കിതാബ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് അത് വളരെ അത്ഭുതകരമായൊരു കിതാബാണ്. ചെറിയ കിതാബാണ് യഥാർത്ഥത്തിൽ സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരിയുടെ പേര് തന്നെ എന്താണ്? അൽ ജാമി അൽ മുഖ്തസർ അസ് സഹീഹ് മിൻ സുനനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അയ്യാമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ചരിത്രവും ഒക്കെ പറയുന്ന മുഖ്തസറായ കിതാബ് എന്നാണ് അതിൻ്റെ പേര്. എന്നാൽ എല്ലാ ഇൽമും സഹീഹുൽ ബുഖാരിയിലുണ്ട്. എല്ലാവിധ ഇൽമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്, സീറയുണ്ട്, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട് സഹീഹുൽ ബുഖാരി. അതിൽപ്പെട്ടൊരു ഉദാഹരണമാണ് തഫ്സീർ. സഹീഹുൽ ബുഖാരി വായിച്ച ഒരാൾക്ക് ഖുർആൻ്റെ തഫ്സീർ ഏറെക്കുറെ മനസ്സിലാവും. സഹീഹുൽ ബുഖാരിയിൽ എത്ര ആയത്തുകളുണ്ട്? 2000-ഓളം ആയത്തുകളുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അഥവാ ഖുർആൻ്റെ 1/3 10 ജുസ് സഹീഹുൽ ബുഖാരിയിലുണ്ട് അതിൻ്റെ തഫ്സീർ. വളരെ അത്ഭുതകരമായ ഒരു കിതാബാണ് സഹീഹുൽ ബുഖാരി. അതിൻ്റെ ഒരു അത്ഭുതത്തിൽപ്പെട്ടതാണ് ഒന്നാമത്തെ ഹദീസ്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് തന്നെയാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആയത്ത് അവതരിച്ചതിൻ്റെ ചരിത്രം, സംഭവമാണ് ഒന്നാമത്തെ ഹദീസ്. അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അവ്വലു മാ ബദഅ ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുഅ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി തുടങ്ങിയത് സ്വപ്നങ്ങളായിരുന്നു. വകാന ലാ യറാ റുഅ്യ ഇല്ലാ ജാഅ കഫലഖി സുബ്ഹ്. ഒരു സ്വപ്നം കണ്ടാൽ അത് നേരം വെളുക്കുന്നത് പോലെ, രാത്രിയായാൽ നേരം വെളുക്കുന്നത് ഉറപ്പാണല്ലോ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടാൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെയാണ് വഹി കിട്ടുന്നത്. ഹിറാ ഗുഹയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്ത് അവിടെ കഴിഞ്ഞുകൂടുമായിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അറിയാവുന്ന പ്രശസ്തമായ കഥയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഗത്തനി, എന്നെ പിടിച്ച് ഞെരുക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇഖ്റ എന്ന് പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് ഓതാൻ അറിയില്ല. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചു. 3-ാമത്തെ പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഓതിക്കൊടുത്തു. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള ഈ സൂറത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ. ഈ സൂറത്തിന് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള സൂറത്തുമായിട്ട് എന്താണ് ബന്ധം? കഴിഞ്ഞ സൂറത്തിൽ
ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങൾ പരാമർശിച്ചു എന്ന് നമ്മൾ പറയുകയുണ്ടായി. തൗഹീദും റിസാലത്തും ആഖിറത്തും ഈ സൂറത്തിൽ പറയുന്നുണ്ട്, സൂറത്തുൽ തീനിൽ. അതിന് ശേഷം ആണ് സൂറത്തുൽ അലഖ് വരുന്നത്. അപ്പോൾ സൂറത്തുൽ അലഖിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇൽമ് പഠിക്കാനുള്ള പ്രോത്സാഹനമാണ്, വായിക്കാൻ ഖുർആൻ ഓതാൻ ഒക്കെയുള്ള പ്രോത്സാഹനമാണ്. അപ്പോൾ ഈമാൻ നിലനിൽക്കണമെങ്കിൽ ആ ഈമാൻ വിശദമായി പഠിക്കണം, അതിനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടാകണം, ഖുർആനിലൂടെ അത് മനസ്സിലാക്കണം എന്നാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്ന് ചില ഉലമാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ അലഖിൻ്റെ മഖ്സൂദ്, ഇതിൻ്റെ ലക്ഷ്യം, അതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതെന്താണ്? ഇൽമിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം. അതാണ് സൂറത്തുൽ അലഖിൽ പ്രധാനമായും പറയുന്ന വിഷയം, അടിസ്ഥാനപരമായ വിഷയം. അത് വിശുദ്ധ ഖുർആൻ്റെ അവതരണം ഈ സൂറത്ത് കൊണ്ട് തുടങ്ങാൻ വളരെ യോജിച്ച വിഷയവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അല്ലാഹു തആല ഇറക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വഹീൻ്റെ പ്രാധാന്യവും അത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഉണർത്തുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇനി നമുക്ക് ഈ സൂറത്തിലെ ആയത്തുകൾ ഓരോന്നായി നോക്കാം. 4 വിഷയങ്ങളായിട്ട് ഈ സൂറത്തിലെ ആയത്തുകളെ വേർതിരിക്കാൻ സാധിക്കും. ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യമായി അവതരിച്ച വഹയാണ്. അതിൽ പറയുന്നത് ഖുർആൻ ഓതാനും പഠിക്കാനും, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന കാര്യം ഈ 5 ആയത്തുകളിൽ അള്ളാഹു തആല പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള ആയത്തുകൾ, 10 വരെയുള്ള ആയത്തുകൾ, അടുത്ത 5 ആയത്തുകൾ, അതിൽ ഈ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അത് ദഅവത്ത് ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കുണ്ടായിരുന്ന സമീപനം, അവരെങ്ങനെയായിരുന്നു അതിനെ നേരിട്ടത്, അവരുടെ ഉപദ്രവങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനെ കളവാക്കുന്ന, നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവം, അവരുടെ പ്രവൃത്തികൾ, അതാണ് അടുത്ത 5 ആയത്തുകളിലുള്ളത്. പിന്നെയുള്ള 2 ആയത്തുകളിൽ മൂന്നാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫാത്തുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വിശേഷണങ്ങൾ. അഥവാ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, ഒരു ദാഇയായ ആൾക്ക്, ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്താണ് എന്ന് ഈ 2 ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവസാനമായി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെ തടസ്സപ്പെടുത്തുന്ന നിഷേധികൾക്കുള്ള താക്കീതാണ് തുടർന്നുള്ള ആയത്തുകൾ. അവസാനത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന, ഈ എതിരാളികളുടെ ശല്യവും അവരുണ്ടാക്കുന്ന പ്രതിസന്ധികളും എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന കാര്യത്തിലുള്ള ഉപദേശവും. ഇത്രയുമാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം. ഇതോരോന്നായി നമുക്ക് വായിക്കാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വായിക്കുക. ഖറഅ എന്നുള്ള ഫിഅൽ ഉണ്ടായിട്ടുള്ളത് അൽ ജംഅ് എന്നുള്ള ആശയത്തിൽ നിന്നാണ്. ഖാഫ്, റാ, ഹംസ, ഈ 3 വാക്കുകൾ അൽ ജംഅ് വദ്ദം, കൂട്ടി യോജിപ്പിക്കുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ആശയത്തിൽ നിന്ന്, ആ ആശയം സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ വായനക്ക് ഇഖ്റ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഖറഅ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അക്ഷരങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഖറിയ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഗ്രാമം എന്നാണ് പറയാറുള്ളത്. പക്ഷേ അറബിയിൽ യഥാർത്ഥത്തിൽ പട്ടണം, സിറ്റി എന്നാണ് ഖറിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ, എല്ലാ ഖറിയത്തുകളുടെയും കേന്ദ്രമായ നാട്, ആ നാട്ടുകാരെ താക്കീത് ചെയ്യാൻ വേണ്ടി എന്നാണ് ഖുർആനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഏത് ഖറിയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? മക്ക. മക്ക നഗരമാണോ ഗ്രാമമാണോ? പട്ടണമാണ്, സിറ്റിയാണ്. പണ്ട് കാലത്തെ അറിയപ്പെട്ട സിറ്റിയാണ് മക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണം അല്ലെങ്കിൽ സിറ്റി എന്നുള്ള പേര് വരാൻ കാരണം കെട്ടിടങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാക്കിൻ്റെ അടിസ്ഥാന അർത്ഥം അതാണ്. അപ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക. അപ്പോൾ ഖുർആൻ ഓതാനാണ് പറയുന്നത്, ഖുർആൻ ഓതാനുള്ള കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് എന്താണ്? ഖുർആനാണ്. പിന്നീട് അവതരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ നാമത്തിൽ ഓതുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിസ്മി റബ്ബിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബാഇൻ്റെ അർത്ഥം എന്താണ്? മുസ്തഈനൻ ബി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ സഹായം തേടിക്കൊണ്ട്. വിശുദ്ധ ഖുർആൻ ഓതാനും പഠിക്കാനുമൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വേണം, അല്ലാതെ സാധിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും നമുക്കില്ല. ഇപ്പോൾ ഒരു നന്മ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാലും അതിന് അള്ളാഹുവിൻ്റെ സഹായം വേണം. അത് നന്മയായതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ജിബ്രീൽ അലൈഹിസ്സലാം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയ ഒരു നല്ല കാര്യമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്.
അള്ളാഹു നേരിട്ട് തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കുകയാണ്. എന്നാലും ആ ദൗത്യം നിറവേറ്റാൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ അള്ളാഹു തആല അവനാണ് സൃഷ്ടാവ്. അപ്പോൾ സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ ഓതുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഇവിടെ ഖലഖ എന്നുള്ള ഫിഅലിൻ്റെ മഫ്ഊലില്ല. എന്ത് സൃഷ്ടിച്ചവൻ, എന്തിനെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തത് ലിത്തഅമീം, എല്ലാത്തിനെയും സൃഷ്ടിച്ച എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിച്ചവനായ റബ്ബ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ മനസ്സിലാവുക, അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ അർദ്, ഉദാഹരണത്തിന് ഭൂമിയെ സൃഷ്ടിച്ചവനായ നിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിലാവുക, നമുക്ക് മനസ്സിലാവുക. നേരെ മറിച്ച് സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ എന്ന് മനസ്സിലാക്കാം. ഖലഖൽ ഇൻസാന, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യവർഗമാണ്. മനുഷ്യവർഗത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ അലഖ്, അലക്കിൽ നിന്ന്. എന്താണ് അലക്ക് എന്ന് പറഞ്ഞാൽ? അലക്ക് എന്ന് പറഞ്ഞാൽ അലഖത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് അലഖുൻ. രക്തത്തുള്ളി ഒട്ടിപ്പിടിക്കുന്ന ഒരു രക്തത്തിൻ്റെ കട്ട, അതാണ് അലഖത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ജംആണ് അലഖ്. അപ്പോൾ മനുഷ്യവർഗം എന്ന് പറയാൻ കാരണം ഇതാണ്. മനുഷ്യനായിരുന്നെങ്കിൽ മിൻ അലഖ എന്നാണ് പറയാം. പക്ഷേ എല്ലാ മനുഷ്യരെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അലഖ് എന്ന് ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ ഈ അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനായ റബ്ബ്. അലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് അലക്കത്ത് എന്ന് പറയുന്നത്. സൂറത്ത് മുഅ്മിനൂനിലും അതുപോലെ സൂറത്ത് ഹജ്ജിലും അതുപോലെ നിരവധി സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ. അതിൽ ഒന്നാമത്തേത് മിൻ നുത്ഫ സുമ്മ മിൻ അലക്ക, ആദ്യം നുത്ഫയിൽ നിന്ന് പിന്നെ അലക്കയിൽ നിന്ന്. നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജം. രണ്ടാമത്തെ ഘട്ടം അലക്ക. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. എന്താണത്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ ആയത്ത് ഓതുമ്പോൾ, ഈ ആയത്ത് വായിക്കുമ്പോൾ? ഒരു സംശയം. ആഴത്തിൽ ചിന്തിക്കണ്ട, വെറുതെ കാണുമ്പോൾ തന്നെ. ആദ്യത്തെ ആദം നബി അലൈഹി ഇസ്ലാമിന് മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതെന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അത് മനുഷ്യവർഗത്തെക്കുറിച്ച് പൊതുവായിട്ട് പറയുന്നതാണ്. ആദം നബി അലൈഹി ഇസ്ലാം, ആദം നബി അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും ബഹുഭൂരിപക്ഷത്തെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണല്ലോ. നുത്ഫ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? സുബ്ഹാനല്ലാഹ്, ഞാൻ പിന്നെ കുറേ തഫ്സീറുകൾ വായിച്ചിട്ടുണ്ട്, മുഴുവനായിട്ടല്ല, ചെറിയ സുഹൃത്തുക്കളൊക്കെ തഫ്സീർ. പക്ഷെ അതിലൊന്നും കാണാത്ത ഈ ഒരു ചോദ്യം ഒരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരു സലഫി ആലിം ഷെയ്ഖ് അബ്ദുസ്സലാം റുസ്തമി എന്ന് പറയുന്ന നല്ലൊരു മുഫസ്സിറാണ്. അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നുത്ഫ എന്ന് പറഞ്ഞിട്ടില്ല? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. എന്നാൽ അദ്ദേഹം അതിനുള്ള ഉത്തരം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നുത്ഫ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമാണ്, ശരിയാണ്, അതാണ് അസ്ൽ. പക്ഷേ അലക്കക്ക് ഒരു പ്രത്യേകതയുണ്ട്. അലക്ക എന്താണ്? മുത്തഗയ്യിറത്തായിട്ടുള്ള, മാറി വന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ്, അല്ലേ? നുത്ഫ, അലക്ക, മുളുക, പിന്നെ ഇളാം, എല്ല്, ഇങ്ങനെ 4 ഘട്ടങ്ങളാണ്. നുത്ഫ, പിന്നെ ഈ നുത്ഫ എന്ന് പറഞ്ഞാൽ ബീജം, പിന്നെ ഈ രക്തത്തുള്ളി, പിന്നെ ചെറിയ മാംസപിണ്ഡം, പിന്നെ എല്ല്, പിന്നെ അവയവങ്ങൾ, ഇങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് സൃഷ്ടി. അപ്പോൾ ഇതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 2 മുതൽ മുകളിലോട്ടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാക്കുന്ന കിതാബാണ്. അതുകൊണ്ടാണ് അലക്ക് എന്തെടുത്ത് പറഞ്ഞത്. അപ്പോൾ മനുഷ്യനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ ഇങ്ങനെ ഘട്ടം ഘട്ടമായി മാറ്റി ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റി സൃഷ്ടിച്ചവനാണ് അല്ലാഹു തആല. അതുപോലെ വിശുദ്ധ ഖുർആൻ മനസ്സിൽ മാറ്റമുണ്ടാക്കും. അത് ഒരു കാരണം. മറ്റൊരു കാരണം അദ്ദേഹം പറഞ്ഞത് അലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് അർത്ഥം ഭാഷയിൽ. ഈ രക്തത്തുള്ളി ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇതുപോലെ വിശുദ്ധ ഖുർആൻ അതൊരാൾ ഓതിയാൽ, പഠിച്ചാൽ അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും. അവനതിൽ ഒട്ടിപ്പിടിക്കും. വിശുദ്ധ ഖുർആനെ അവൻ മുറുകെ പിടിക്കും, ഖുർആൻ ഒരാൾ ശരിക്കും മനസ്സിലാക്കിയാൽ. ഇത് ഒന്നുകൂടി ആയത്തിൽ ചിന്തിച്ചാൽ കൂടുതൽ പ്രസക്തമായ, അല്ലെങ്കിൽ കുറച്ചുകൂടി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ പറയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു. അതുപോലെയുള്ള ഒരു മാറ്റമായിരിക്കും വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അമീൻ ഷങ്കൈത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഷെയ്ഖിൻ്റെ വാക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഒരു മുനാസബത്ത്. അഥവാ വിശുദ്ധ ഖുർആനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തിയാണ് അവർ പറയുന്നത്. അല്ല, ഇവിടെ അലക്ക് എന്നതിൽ നിന്ന് സൃഷ്ടിച്ചു,
എന്നതിൻ്റെ പ്രസക്തിയാണ് നമ്മൾ ഇദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞത്. പക്ഷേ സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ എന്ന് പറയാനുള്ള കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ നീ ഓതുക സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ നാമത്തിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന ആ സിഫത്ത്, ഹൽക്ക് എന്ന് പറയുന്ന സിഫത്ത് ഇവിടെ പറയാൻ കാരണം എന്താണ്? കാരണം മനുഷ്യൻ ശൂന്യതയിൽ നിന്ന് ഒരു രൂപമുള്ള സൃഷ്ടിയായി മാറുന്നത് പോലെ വലിയ മാറ്റമുണ്ടാകും വിശുദ്ധ ഖുർആൻ ഈമാനും ഒക്കെ ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നർത്ഥം. ശരി, അപ്പോൾ ഇതാണ് അലക്ക് എന്നുള്ള വാക്ക് എടുത്തു പറയാനുള്ള കാരണം, ആ ഘട്ടത്തെക്കുറിച്ച് പറയാനുള്ള കാരണം. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം, നീ വിശുദ്ധ ഖുർആൻ ഓതുക. വറബ്ബുക്കൽ അക്രം, നിൻ്റെ റബ്ബ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. അപ്പോൾ ഇവിടെയും ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്താണ്? ആദ്യം ഒന്ന് ഓതാൻ പറഞ്ഞു, രണ്ടാമത് വീണ്ടും ഇഖ്റ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതേ തഫ്സീറിൽ തന്നെ കണ്ടതാണ് ഈ ചോദ്യം. അതിന് ഉത്തരവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താണ് വീണ്ടും പറയാൻ കാരണം? ആദ്യത്തെ ഇഖ്റ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ സ്വന്തമായി ഓതാനുള്ള കൽപ്പനയാണ്. ഖുർആൻ ഓതി പഠിക്കുക എന്നുള്ള കൽപ്പനയാണ്. രണ്ടാമത്തേത് മറ്റുള്ളവർക്ക് ഓതി കൊടുക്കാനുള്ള കൽപ്പനയാണ്. അങ്ങനെ പറയാനുള്ള കാരണം അവിടുത്തെ ഒരു സാഹചര്യം. അടുത്ത ആയത്ത് എന്താണ്? അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ റബ്ബ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേന കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൽമ് പ്രചരിപ്പിക്കാനുള്ള മാർഗ്ഗമാണ് പേന എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർക്ക് ഓതി കൊടുക്കാനുള്ള കൽപ്പനയാണ് രണ്ടാമത്തെ ഇഖ്റ. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ റബ്ബ്. അവിടെയും എന്താണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. അല്ലദീ അല്ലമ, അല്ലമ എന്നുള്ള ഫേലിൻ്റെ മഫൂൽ ബിഹി ഇല്ല. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്? ലിത്തഅമീം, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വേണ്ടി. ഇതിലെല്ലാ കാര്യങ്ങളും മനുഷ്യർ പഠിക്കുന്നത് എഴുത്തിലൂടെയാണ്. എഴുത്തിൻ്റെ രൂപങ്ങൾ മാറുന്നു, ഉപകരണങ്ങൾ മാറുന്നു, പക്ഷേ എഴുത്ത് എന്ന് പറയുന്ന സംഗതി മാറുന്നില്ല. അല്ലെങ്കിൽ പ്രിൻറ്റിങ് ഇല്ലാതെയാകും, പേപ്പറിൽ പ്രിൻ്റ് ചെയ്യുന്ന പുസ്തകങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് സംഭവിക്കാം. അധിക വിദൂരത്തല്ലാത്ത ഭാവിയിൽ പുസ്തകം എന്ന് പറയുന്ന വസ്തു ഇല്ലാതെ ആയേക്കാം. ഇന്ന് നമ്മൾ പറയുന്ന കാണുന്ന ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾ. പക്ഷേ എഴുത്തുണ്ടാകും, എഴുത്തില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ അള്ളാഹു. ഈ ആയത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചിലപ്പോൾ ലോകത്ത് ആകെ കൂടെ അന്ന് വിരലെണ്ണാവുന്ന അത്രയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സുഹൃത്തിറങ്ങുന്ന മക്കയിൽ ഒരു 10 പേന ഉണ്ടാവുള്ളൂ ആകെ കൂടി. പക്ഷെ അല്ലാഹു തആല അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന് പറഞ്ഞു. അന്ന് അവർക്ക് ഇൽമ് പഠിക്കാനുള്ള മാർഗം എന്താണ്? ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയുന്നത് കാണാം, സാധാരണ മനുഷ്യന് ഇൽമ് പഠിക്കാൻ, ഒരു അറിവ് നേടാൻ 3 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന് അവൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുക കാര്യങ്ങൾ, രണ്ടാമത്തേത് വായിച്ച് മനസ്സിലാക്കുക, മൂന്നാമത്തേത് കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ വായന, കേൾവി, പിന്നെ സ്വയം ചിന്തിച്ച് മനുഷ്യൻ കണ്ടെത്തുന്ന ആശയങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് ഇൽമ് നേടാനുള്ള മാർഗ്ഗങ്ങൾ. ഇതിൽ അന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളത് ഏതാണ്? കേൾവിയാണ്. അറബികളെന്ന് പറയുന്നത് കേൾക്കുക, അത് മനഃപ്പാഠം പഠിക്കുക, ഇതാണ് അവരുടെ അറിവിൻ്റെ സ്രോതസ്സുകളെന്ന് പറയുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പറയുന്നത്. എഴുത്തുകൊണ്ട്, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ് അല്ലാഹു തആല. അവിടുന്ന് ഇങ്ങോട്ടുള്ള മനുഷ്യരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇൽമ് ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? എഴുത്തിലൂടെയാണ്. അല്ലെ, മൊത്തം മനുഷ്യരുടെ ചരിത്രം നമ്മൾ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അറിവ് മനുഷ്യൻ കൈമാറിയിട്ടുള്ളത് എഴുത്തിലൂടെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നാടിൻ്റെ സാഹചര്യമൊന്നും ഖുർആനെ സ്വാധീനിച്ചിട്ടില്ല എന്നർത്ഥം. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണവൻ. ഇതിൽ വായിക്കാനുള്ളൊരു പ്രോത്സാഹനമുണ്ട് അല്ലേ ഈ പറഞ്ഞതിൽ. എല്ലാ ഇൽമും മനുഷ്യൻ സ്വന്തമാക്കുന്നത് വായനയിലൂടെയാണ്. അപ്പോൾ വായന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. വായിക്കുന്നതിലൂടെ ആളുകൾ പുരോഗമിക്കും, ദുനിയാവിലും ദീനിലും. അപ്പോൾ വായിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു പുസ്തകം നമ്മൾ വായിച്ചിട്ട് എത്ര കാലമായി എന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ടുണ്ടാവും. അത് വളരെ മോശം അവസ്ഥയാണ്. ഒന്നാമത് വിശുദ്ധ ഖുർആനും സുന്നത്തും, അതുപോലെ തന്നെ ദീനിയായ ഇൽമും, അതിനെക്കുറിച്ച് ആ വിഷയത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കണം. അതോടൊപ്പം നമുക്ക് ഉപകാരമുള്ള ദുനിയവിയായ കാര്യങ്ങളും വായിക്കണം. ചില പഠനങ്ങൾ കാണാം, റിസർച്ചുകൾ. അവർ പറയുന്നത് ഓരോ രാജ്യത്തെയും പുരോഗതി, ഭൗതികമായ പുരോഗതി അവിടുത്തെ ആളുകളുടെ വായനയുടെ അളവിൻ്റെ ആ തോതിലാണ്. അങ്ങനെ കൃത്യമായ കണക്കുകളുണ്ട്. അരമണിക്കൂർ
അരമണിക്കൂറാണ് വളരെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളിലെ ആളുകൾ വായിക്കുന്നത്. ദുനിയാവിയായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അരമണിക്കൂർ. അപ്പോൾ അരമണിക്കൂർ ദിവസം വായിച്ച ആളുകൾ ആ രാജ്യം വളരെ വലിയ പുരോഗതിയിലായിരിക്കും. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് പ്രതീക്ഷ ഉണ്ട്, അരമണിക്കൂർ വായിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിലും താഴെ ആയതുകൊണ്ടാണ് മറ്റുള്ള നാടുകൾ അതിനനുസരിച്ച് ഒരു പിന്നോട്ട് പോകുന്നത്. ഇത് ദുനിയാവിൻ്റെ കാര്യത്തിലാണ്, അല്ല ദീനിൻ്റെ കാര്യത്തിലുള്ള കാര്യം പറയാത്തത്. ദീനിൻ്റെ കാര്യത്തിൽ ആരും ഇങ്ങനെ ഗവേഷണം നടത്താത്തതുകൊണ്ടാണ്. അതും ഇതുപോലെ തന്നെ ആയിരിക്കും. ദീനിയായ കാര്യങ്ങൾ ഒരു അരമണിക്കൂർ വായിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് ഉപകാരമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അല്ല, മുൻഗാമികളായ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രത്തിൽ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വായനയെക്കുറിച്ച്. ഈ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ വായിക്കുന്നത് ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ എത്രയോ ഇരട്ടി വായിച്ചിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം സമുദായത്തിൽ. ദീനിന് വേണ്ടി, ഇസ്ലാമിക ശരീഅത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെ, മുമ്പ് കാലത്തുള്ള ആളുകൾ വായിക്കുന്ന ആളുകളായിരുന്നു, നമ്മേക്കാൾ എത്രയോ മുന്നിലായിരുന്നു. ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു കിതാബുണ്ട്, അൽ മുശവ്വിഖു ഇലൽ ഖിറാഅ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കിതാബ്, 100 പേജേ ഉണ്ടാവുള്ളൂ. അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ വായിച്ചിരുന്നത് എന്നുള്ളത്. പണ്ഡിതന്മാർ മാത്രമല്ല, സാധാരണക്കാരും. അതിൽ ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്തായി കാണാൻ സാധിക്കും. ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒരു ദിവസം 10-15 മണിക്കൂറൊക്കെ വായിക്കുന്ന ആളുകൾ. ഒരു ആധുനിക പണ്ഡിതൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഹയാത്തിലുള്ള ഒരു ഷെയ്ഖ്, അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, 15 മണിക്കൂർ സ്ഥിരമായി അദ്ദേഹം വായിക്കും. അപ്പോൾ അദ്ദേഹം വായന ശീലിക്കാൻ വേണ്ടി ഒരു ഉപദേശം നൽകുന്നുണ്ട്, ഒരു വഴി. എന്താണ്? ഇഷ്ടമുള്ളത് വായിക്കുക ആദ്യം. വായിച്ച് ശീലിക്കാത്ത ആളുകൾക്ക്, വായന എന്ന് പറയുന്നത് ശീലമില്ലാത്ത ആളുകൾക്ക് പ്രയാസമായിരിക്കും വായന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കും. എന്തെങ്കിലും ഹറാമല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മേഖലയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കും. വല്ല യാത്രാ വിവരണമോ അല്ലെങ്കിൽ കഥകളോ വൃത്തികേടുകളില്ലാത്ത സാഹിത്യം വായിക്കുക. പിന്നെ അങ്ങനെ വായന ശീലമായതിനു ശേഷം ഉപകാരമുള്ളത് വായിക്കുക. അപ്പോൾ 1-2 മണിക്കൂർ ഇരുന്ന് വായിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രയാസമല്ലാതെ ആയി മാറും. പിന്നെ ഉപകാരമുള്ളത് വായിക്കുക. അപ്പോൾ ഏതായാലും വായന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതൊരു മനുഷ്യൻ്റെ ദീനിലും ദുനിയാവിലും പുരോഗതി ഉണ്ടാക്കുന്ന കാര്യമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലാഹു തആല ചെയ്തൊരു നിഅമത്തായിട്ട് അവൻ എടുത്ത് പറയുകയാണ്, അല്ലേ? അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ അവകാശികൾ നമ്മളാണ്, മുസ്ലിമീങ്ങളാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്ത കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലമൽ ഇൻസാന മാ ലം യഅലം. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ 5 ആയത്തുകൾ ഖുർആൻ ഓതാനും അതുപോലെ ഖുർആനുമായി ബന്ധപ്പെട്ട ശർഈയായ ഇൽമ് പഠിക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഇൽമ് എന്ന് പറയാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിക്കാനുള്ള പ്രോത്സാഹനമാണ് ഈ 5 ആയത്തുകൾ. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ഇൽമ്, ശർഈയായ ഇൽമ്, ഖുർആൻ ഇത് പഠിപ്പിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രചരിപ്പിക്കുമ്പോൾ മക്കയിലുണ്ടായിരുന്ന നിഷേധികൾ, മുശ്രിക്കുകൾ, അവരുടെ നിലപാടിനെ കുറിച്ചാണ്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ, തീർച്ചയായും മനുഷ്യൻ തുഗയാൻ ചെയ്യുന്നവനാണ്, തുഗയാൻ്റെ ആളാണ്. എന്താണ് തുഗയാൻ എന്ന് പറഞ്ഞാൽ? തൊക എന്ന് പറഞ്ഞാൽ പരിധി വിടുക. മനുഷ്യൻ പരിധി വിടുന്നവനാണ്. കല്ല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കല്ല എന്ന് പറയുന്നത് 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. ഒന്ന് ഹക്കൻ എന്നുള്ള അർത്ഥത്തിൽ, തീർച്ചയായും, ഉറപ്പായിട്ടും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ജജിറിന് വേണ്ടി, ജജിർ എന്നൊക്കെ പറയും, താക്കീതിന് വേണ്ടി. ലൈസൽ അംറു കദാലിക്, കാര്യം അങ്ങനെയല്ല, അഥവാ ഇത്രയും പറഞ്ഞ കാര്യം അതല്ല ശരി, ഇനി പറയാൻ പോകുന്നതാണ് ശരി എന്നുള്ള ഒരു തിരുത്തലിന് വേണ്ടി, താക്കീതിൻ്റെ സ്വരത്തിലുള്ള തിരുത്തലിന് വേണ്ടി ഉപയോഗിക്കും. അതിനാണ് കല്ല അർ-റദ്ഇയ്യ എന്ന് പറയുക. റദ്ഇന് വേണ്ടി, താക്കീതിന് വേണ്ടി ഉപയോഗിക്കുന്ന കല്ല. അതല്ലാതെ ഹക്കൻ, തീർച്ചയായും, ഉറപ്പായും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇവിടെ ഉറപ്പായും എന്നുള്ള അർത്ഥത്തിലാണ്. ഉറപ്പായും, തീർച്ചയായും, ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ ധിക്കാരിയാകുന്നു. ത്വഗ എന്നുള്ളതിൻ്റെ മുദാരിയാണ് യത്ഗ. എന്താണ് ത്വഗ എന്ന് പറഞ്ഞാൽ? പരിധി വിടുക. അല്ലാഹു തആല സൂറത്തുൽ ഹാഖയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്ന ലമ്മ ത്വഗൽ മാഉ ഹമൽനാക്കും ഫിൽ ജാരിയ, വെള്ളം അത് പരിധി വിട്ടപ്പോൾ നിങ്ങളെ കപ്പലിൽ നാം വഹിക്കുകയുണ്ടായി, രക്ഷിക്കുകയുണ്ടായി. നിങ്ങളെന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളോടാണ് പറയുന്നത്.
മക്കയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുകയാണ് അവിടെയുള്ള ആളുകൾക്ക് മുന്നിൽ. അതുപോലെ നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളോടൊക്കെയാണ് ഈ സംസാരം. നിങ്ങളെന്ന് പറയാൻ കാരണം എന്താ? നമ്മളൊക്കെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളാണ് അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ആ കപ്പലിൽ കയറിയ ആളുകളുടെ മക്കളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ അന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു. എന്താണ് ധിക്കാരം എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഹക്കിൽ, അള്ളാഹുവിനോട് കാണിക്കേണ്ട ബാധ്യതകളിൽ മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു. ശിർക്കും കുഫറും അതുപോലെ തന്നെ മാസിയത്തുകളും ചെയ്തുകൊണ്ട്. അതുപോലെ മറ്റു മനുഷ്യരോടുള്ള ബാധ്യതകളുടെ കാര്യത്തിൽ മനുഷ്യൻ ധിക്കാരം കാണിക്കുന്നു. മറ്റു മനുഷ്യരോട്, സൃഷ്ടികളോടുള്ള ധിക്കാരം അറിയപ്പെട്ടതാണ്, എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ മനുഷ്യൻ എല്ലാ നിലക്കും ധിക്കാരിയാകുന്നു. അർ റആഹുസ്തഗ്ന. ഇവിടെ ലി അൻ റആഹുസ്തഗ്ന, ഒരു ലി ഉണ്ട്, അത് മഹ്ദൂഫാണ്, അവിടെ സങ്കല്പിക്കണം. ലി അൻ റആഹുസ്തഗ്ന സങ്കല്പിക്കണം എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ടായിരുന്നു പിന്നെ ഇല്ലാതായതാണെന്നല്ല. അറബി ഭാഷയിൽ അങ്ങനെ ചില ഹർഫുകളുണ്ടാകും, അത് ഉപയോഗിക്കില്ല, പക്ഷേ ഉപയോഗിച്ചതുപോലെ മനസ്സിലാക്കണം. അൻ റആഹുസ്തഗ്ന, അവൻ തന്നെ ഗനിയായി, സ്വാശ്രയനായി, ധനികനായി, പണമുള്ളവനായി, അധികാരമുള്ളവനായി ഒക്കെ കാണുന്നത് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഈ തുകയാൻ, ഈ ധിക്കാരമുണ്ടാകുന്നത്? അർ റആഹുസ്തഗ്ന, ഞാൻ സ്വയം പര്യാപ്തനാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട്. ഇതിൽ ഒരു സൂചനയുണ്ട്. അതെന്താണ്? യഥാർത്ഥത്തിൽ അവൻ ഖനിയല്ല, അവൻ സ്വയം വിചാരിക്കുകയാണ് ഞാൻ ഖനിയായിട്ടുണ്ട്, ആരെയും ആശ്രയിക്കാത്തവനായി, ആശ്രയിക്കേണ്ടതില്ലാത്തവനായി മാറിയിട്ടുണ്ട് എന്ന് മനുഷ്യന് തോന്നുകയാണ് അല്ലേ? മനുഷ്യൻ്റെ അധികാരവും മനുഷ്യൻ്റെ ശക്തിയും മനുഷ്യൻ്റെ എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണ് അല്ലേ? അറിയപ്പെട്ട ഒരു ഖലീഫ ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ലാ വലിയ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിച്ചിട്ടുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. നല്ലവരായ രാജാക്കന്മാരെക്കുറിച്ച് ധാരാളം കളവുകൾ പ്രചരിപ്പിക്കും ശത്രുക്കൾ. അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഹാറൂൻ അർ റഷീദ്. അദ്ദേഹം പണ്ഡിതന്മാരെ ആദരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഒരു ആലിമ് പറഞ്ഞ ഒരു ഉപദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉണർത്തിയ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. അദ്ദേഹം വലിയ ഖലീഫയാണ്, അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലത്ത് ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ലോകത്തിൻ്റെ നല്ലൊരു ശതമാനവും അവരുടെ ഭരണത്തിലാണ്. അദ്ദേഹത്തോട് ഒരു പണ്ഡിതൻ പറഞ്ഞു, അല്ലയോ ഖലീഫ, താങ്കൾക്ക് വെള്ളം ഇറക്കാൻ സാധിക്കുന്നില്ല, വെള്ളം കുടിച്ചിട്ട് താഴേക്ക് പോകുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? അത് മാറാൻ വേണ്ടി, പരിഹരിക്കാൻ വേണ്ടി താങ്കൾ എത്ര സംഖ്യ കൊടുക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അധികാരത്തിൻ്റെ പകുതിയും അതിനു വേണ്ടി ചിലവഴിക്കും. അല്ലെ, വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, പേ പിടിച്ച ആളുകൾക്കൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം കുടിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വേണമെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ കുടിച്ച വെള്ളം പുറത്തു പോകുന്നില്ല, അങ്ങനെ ആയാലോ? അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാക്കി പകുതി കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, ഈ ആലിം പറഞ്ഞു, ഇത്രയേ ഉള്ളൂ താങ്കളുടെ മുൽക്ക്, അധികാരം എന്ന് പറയുന്നത്. ഒരു ഇറക്ക് വെള്ളം കുടിച്ച് അത് പുറത്തു പോകാനുള്ള, അതിന് പകരം കൊടുക്കേണ്ടി വരും, അത് തടസ്സപ്പെട്ടാൽ നിങ്ങളത് കൊടുക്കേണ്ടി വരും. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. അർ റആഹുസ്തഗ്ന, അവൻ തോന്നുന്നതാണ് താൻ ഖനിയാണ് എന്നുള്ളത്. ഈ ഐശ്വര്യം, ഈ അധികാരം, ഈ സമ്പത്ത്, ശക്തിയെല്ലാം ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. ഇന്ന ഇലാ റബ്ബിക റുജ്അ, ധിക്കാരിയായി മനുഷ്യനെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന ഇലാ റബ്ബിക, തീർച്ചയായും നിൻ്റെ റബ്ബിലേക്കാണ് അർ റുജ്അ. റുജ്അ എന്നുള്ളത് റജഅ എന്നുള്ള ഫിഅലിൻ്റെ മസ്ദറാണ്. റജഅ യർജിഉ റുജൂഅൻ, അതിൻ്റെ മറ്റൊരു മസ്ദറാണ് അർ റുജ്അ. അപ്പോൾ ഇന്ന ഇലാ റബ്ബിക റുജൂ, തീർച്ചയായും നിൻ്റെ റബ്ബിലേക്കാവുന്ന മടക്കം എന്ന് അർത്ഥം. അപ്പോൾ ഈ ധിക്കാരവും താൻ വലിയവനാണെന്നുള്ള തോന്നലുമൊക്കെ അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മടങ്ങാനുള്ളവനാണ് മനുഷ്യൻ എന്ന് ഈ മക്കയിലെ നിഷേധികളെ അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. അറഅയ്ത അല്ലദീ യൻഹ, അറഅയ്ത, നീ കണ്ടുവോ? നീ കണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കണ്ണുകൊണ്ട് കണ്ടോ എന്നാണോ? അല്ല, അല്ലേ, രണ്ട് തരത്തിലുള്ള കാഴ്ചയുണ്ട്. കണ്ണുകൊണ്ടുള്ള കാഴ്ചയുണ്ട്, മനസ്സുകൊണ്ടുള്ള കാഴ്ചയുണ്ട്. അറബിയിൽ അതിന് രണ്ടിനും രണ്ട് നിയമങ്ങളാണ്. കണ്ണുകൊണ്ടുള്ള കാഴ്ചക്ക് ഒരു മഫൂൽ ബിഹി ഉണ്ടാവും. റഅയ്തു സഹറത്തൻ, ഞാനൊരു പൂവ് കണ്ടു. മനസ്സുകൊണ്ടുള്ള കാഴ്ചയാണെങ്കിലോ റഅയ്തു അൽ വലദ ദക്കിയൻ, ആ കുട്ടിയെ ബുദ്ധിയുള്ളവനായി ഞാൻ കണ്ടു. രണ്ട് മഫൂലുമാണ്.
കൽബ് കൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ. അർഅയ്തല്ലദീ യൻഹ, താങ്കൾ കണ്ടുവോ, നീ കണ്ടുവോ, അല്ലദീ യൻഹ, തടയുന്നവനെ, അബ്ദൻ ഇദാ സല്ല, ഒരു അടിമ നമസ്കരിച്ചാൽ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മക്കയിൽ നടന്ന ഒരു സംഭവമാണ്. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിൽ നിന്ന് തടയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് നമസ്കരിക്കുമ്പോൾ അബൂജഹൽ അദ്ദേഹത്തെ തടയുമായിരുന്നു. ഒരു ഹദീസ് കാണാം, ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. അതിൽ കാണാം, അബൂജഹൽ വന്നിട്ട് ഹറമിൽ വന്നിട്ട് അവിടെയുള്ള മറ്റുള്ള മുശ്രിക്കുകളോട് പറയുകയാണ്, ഹൽ റഅയ്തും മുഹമ്മദൻ യുഅഫിറു വജ്ഹഹു, മുഹമ്മദ് വന്നിട്ട് നിലത്ത് മുഖം മണ്ണിൽ ഇട്ട് ഉരുട്ടുന്നത്, മണ്ണിൽ പുരട്ടുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ സുജൂദ് ചെയ്യുന്നതിനെ കളിയാക്കുകയാണ്, നമസ്കരിക്കുന്നതിനെ കളിയാക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതെ, മുഹമ്മദ് ഇവിടെ വന്ന് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, വല്ലാത്തി വൽ ഉസ്സ, ലാത്തിയും ഉസ്സയുമാണ് സത്യം, ലഇൻ റഅയ്തുഹു യഫ്അലു ദാലിക, ഇനി എങ്ങാനും അവനങ്ങനെ ചെയ്താൽ, ഇവിടെ വന്ന് നമസ്കരിച്ചാൽ, ലഅതഅന്ന അലാ റഖബതിഹി, ഞാൻ അവൻ്റെ പെരടിക്ക് ചവിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നമസ്കരിച്ചു. സുജൂദ് ചെയ്തപ്പോൾ ചവിട്ടാൻ പോയി അബൂജഹൽ. പെട്ടെന്ന് ആരോ എടുത്ത് എറിഞ്ഞതുപോലെ തെറിച്ചു വീണു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, റഅയ്തു ബൈനി വബൈനഹു ഖന്ദഖൻ, ഞങ്ങൾ രണ്ടുപേരും ഇടയിൽ ഒരു കിടങ്ങ് ഞാൻ കണ്ടു, അതിൽ തീ കണ്ടു എന്നൊക്കെ പറയുകയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അബൂജഹലിനെ എടുത്തെറിഞ്ഞതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂജഹലിൻ്റെയും ഇടയിൽ തീ നിറഞ്ഞു നിൽക്കുന്ന ഒരു കിടങ്ങ് അവിടെ കാണാനും സാധിച്ചു. അബൂജഹൽ കണ്ടു. അപ്പോൾ ഇതാണ് സംഭവം. അലം അറഅയ്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല. ഇവിടെ അറഅയ്തല്ലദീ യൻഹ എന്നുള്ളതിലെ റഅ എന്നുള്ളത് കൽബ് കൊണ്ടുള്ള കാഴ്ചയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കൽബ് കൊണ്ടുള്ള കാഴ്ചയാണെങ്കിൽ 2 മഫ്ഊൽ വേണമെന്ന് പറഞ്ഞു. ഇവിടെ രണ്ടാമത്തെ മഫ്ഊൽ അറഅയ്തല്ലദീ യൻഹ. അവിടെ ഉദ്ദേശിക്കുന്നത് അവന് കിട്ടാനുള്ള ശിക്ഷ എന്താണ് എന്ന് നീ കണ്ടുവോ. അറഅയ്തല്ലദീ യൻഹ, അതിനുശേഷം സാങ്കല്പികമായി ഒരു ഫഅൽ സങ്കല്പിക്കണം. അറഅയ്ത മാദാ യകൂനു അദാബുഹു, അല്ലെങ്കിൽ അറഅയ്തല്ലദീ യൻഹ മാദാ യകൂനു മസീറുഹു, അവൻ്റെ ആഖിബത്ത് എന്തായിരിക്കും, അവൻ്റെ ശിക്ഷ എന്തായിരിക്കും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അബ്ദൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അറഅയ്ത ഇൻ കാന അലൽ ഹുദ. അപ്പോൾ ഇനി അടുത്ത 2 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫാത്തുകളായി ഈ ആയത്തുകൾ പറയുന്ന കാര്യം വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനിവാര്യമാണ്. എന്താണത്? അറഅയ്ത ഇൻ കാന അലൽ ഹുദ, നീ കണ്ടുവോ, ഇൻ കാന, അദ്ദേഹം ആണെങ്കിൽ. ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൽ ഹുദ, സന്മാർഗത്തിലാണെങ്കിൽ. ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ അദ്ദേഹം തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നയാളാണെങ്കിൽ. എത്രമാത്രം മോശമായിരിക്കും ഈ തടയുന്നവൻ്റെ ശിക്ഷ, അവനുള്ള ശിക്ഷ എന്നർത്ഥം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അലൽ ഹുദ അമറ ബിത്തഖ്വ, ഹുദയിലാണ്, സന്മാർഗത്തിലാണ്, അതുപോലെ മറ്റുള്ളവരെ തഖ്വ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഒരു മുഅ്മിന് വേണ്ടത്, ഒരു ദാഇക്ക് വേണ്ടത്, ദീൻ പഠിപ്പിക്കുന്ന ആൾക്ക് വേണ്ടത്. സ്വയം സന്മാർഗത്തിലാവുക, മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുകയും ചെയ്യുക. ഇത് 2ഉം വേണം. ഈ 2 സ്വഭാവങ്ങളും ഒരാളുണ്ടായാൽ അവനാണ് പൂർണ്ണനായിട്ടുള്ളയാൾ. അതുകൊണ്ടാണ് സൂറത്തുൽ അസ്റിൽ അല്ലാഹു തആല പറഞ്ഞത്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈമാനും അമലുസ് സാലിഹാത്തും, അതാണ് ഹുദ എന്ന് പറയുന്നത്. വതവാസൗ, പരസ്പരം ഉപദേശിക്കും, അതാണ് ഇവിടെ അമറ ബിത്തഖ്വ എന്ന് പറഞ്ഞത്. ഇത് 2ഉം വേണം. ഇത് 2ഉം തമ്മിൽ ബാലൻസ് ഉണ്ടാവണം, അല്ലേ? അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ചില ആളുകൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഉപദേശിക്കും, പക്ഷേ സ്വന്തം ജീവിതം അത് ദലാലത്തിലായിരിക്കും, സ്വന്തം ജീവിതത്തിൽ മാസിയത്തുകളായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഇതാണ് ചില ആളുകളുടെ അവസ്ഥ. മറ്റു ചില ആളുകളോ സ്വന്തം നഫ്സിൽ വളരെ സാലിഹായ മനുഷ്യനായിരിക്കും, പക്ഷെ അവൻ്റെ ചുറ്റും എന്ത് വലിയ തിന്മകൾ നടന്നാലും മൗനം പാലിക്കും. ഒരു ഇസ്രായേലിയത്തിൽ, പഴയ കാലത്തുള്ള നബിമാരുടെ സംസാരം എന്ന് പറയപ്പെടുന്നതാണ് ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്. സ്വഹീഹാണോ എന്നറിയാത്ത സംഭവങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഉദ്ധരിക്കാം.
നമ്മുടെ ദീനിനോട് യോജിച്ചതാണെങ്കിൽ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ കാണാം, ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. മുമ്പ് കാലത്തുണ്ടായിരുന്ന ഒരു സമുദായം, അവരെ നശിപ്പിക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചു. അവരുടെ പാപങ്ങൾ കാരണം വലിയ പാപികളാണ്. അങ്ങനെ ഒരു ഗ്രാമം അത് നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞു വെച്ചു. അപ്പോൾ മലക്ക് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, അവിടെ സ്വാലിഹായ ഒരു മനുഷ്യനുണ്ട്, ഈ നാട് നശിപ്പിക്കാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അപ്പോൾ നശിപ്പിക്കുമ്പോൾ ഇയാൾ മരിച്ചു പോകും. ഇയാൾ വളരെ ആബിദായ ജാഹിദായ സ്വാലിഹായ ഒരു മനുഷ്യനാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ബിഹി ഫബ്ദ, അവനെ കൊണ്ട് തുടങ്ങും, ആദ്യം അവൻ നശിപ്പിക്കും. കാരണം ഫഇന്നഹു ലം യതമഅർ വജ്ഹുഹു ഫിയ, അവൻ്റെ മുഖം എൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒന്ന് ചുവന്നിട്ട് പോലുമില്ല. അവിടെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ട് അവൻ്റെ ഭാവം പോലും മാറിയിട്ടില്ല ഒരിക്കലും. അവനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. അതുകൊണ്ട് ആദ്യം അവനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ തിന്മകൾ തടയുക എന്നുള്ളത് കഴിവിനനുസരിച്ച്, ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവരുടെ മുന്നിൽ കാണുന്ന തിന്മകൾ തടയുക എന്നുള്ളത് അത് നിർബന്ധമാണ്. തിന്മകൾ തടയുക എന്നുള്ളത് അതിനർത്ഥം സാധാരണക്കാരായ ഓരോ ആളുകളും ക്ലാസ് എടുക്കണമെന്നോ സംവാദം നടത്തണമെന്നോ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്നോ അല്ല. രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കണം. ഇൻകാറുൽ മുൻകർ, നമ്മുടെ മുന്നിൽ കാണുന്ന തിന്മ തടയുക എന്നുള്ളത് അതാണ് നിർബന്ധമായിട്ടുള്ളത്. അത് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ആര് ഒരു തിന്മ കണ്ടാലും, മൻ എന്ന് പറഞ്ഞാൽ അൽഫാദുൽ ഉമൂമിൽപ്പെട്ടതാണ്, എല്ലാവരെയും ബാധിക്കും, എല്ലാവർക്കും ബാധകമാണ്. ഏതൊരു മുസ്ലിം ആകട്ടെ ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു, ആ തിന്മ അവൻ തടയട്ടെ എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ദഅവത്ത് എന്ന് പറഞ്ഞാൽ മുന്നിൽ കാണുന്ന തിന്മകളല്ല. ലോകത്തെവിടെ എന്തൊരു തിന്മയുണ്ടെങ്കിലും അതിനെപ്പറ്റി അന്വേഷിച്ച്, ഇനി ഒരുപക്ഷെ നമ്മുടെ നാടായിരിക്കില്ല, മറ്റു നാടുകളിലേക്ക് പോയി അതുപോലെ ദഅവത്തിന് വേണ്ടി തസദ്ദുർ, അതിനു വേണ്ടി ഒരാൾ ഒഴിഞ്ഞിരിക്കുക, അതന്വേഷിച്ച് നടക്കുക, എവിടെയൊക്കെ തിന്മകളുണ്ട് എന്നൊക്കെ അന്വേഷിച്ച് നടന്ന് അതിനെ എതിർക്കുക, അതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ കൺമുന്നിൽ കാണുന്ന തിന്മയെ എതിർക്കുക എന്നുള്ളത് അത് ഓരോ മുസ്ലിമിനും വാജിബാണ്. മറ്റേത് ഫർള് കിഫായിയാണ്, എല്ലാ മുസ്ലിങ്ങളും കൂടി ചെയ്യേണ്ടതാണ്. മുസ്ലിം സമുദായത്തിൽ ഇൽമുള്ള ആളുകൾ, അവർക്ക് ബാധ്യതയായിട്ടുള്ള കാര്യമാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഇൻകാറുൽ മുൻകർ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. അപ്പോൾ ഇൻകാറുൽ മുൻകർ എന്ന് പറയുന്നത് അനിവാര്യമാണ്, രണ്ടും വേണം. നന്മ കൽപ്പിക്കുകയും വേണം, അതോടൊപ്പം സ്വയം നല്ലവനാവുകയും വേണം. ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം, ജനങ്ങൾ സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടും, പക്ഷെ മുസ്ലിഹ്യങ്ങളെ വെറുക്കും. എന്താണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം? സ്വാലിഹായ ഒരു മനുഷ്യൻ, നല്ല നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണ്, ആർക്കൊരു ഉപദ്രവമില്ല, അങ്ങനെ പറയാം ചില ആൾക്കാരെ പറ്റി. നല്ല നിസ്കാരം നോമ്പുള്ള ആളാണ്, ആർക്കൊരു ഉപദ്രവമില്ല. ഈ ആർക്കും ഉപദ്രവമില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിസ്കാരം നോമ്പുള്ള ആൾക്കാർ സാധാരണ ആരെയും ഉപദ്രവിക്കില്ല, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിനും നോമ്പിനൊന്നും ആരെയും ക്ഷണിക്കുകയോ നിർബന്ധിക്കുകയോ ഒന്നുമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ വാക്കുകൊണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടില്ല, അവൻ്റെ കാര്യം നോക്കി നിസ്കാരം നോമ്പ്, ഇതൊരു വലിയ ഹൈറായിട്ടാണ് ആളുകൾ കാണുന്നത്. നേരെ മറിച്ച് മുസ്ലിഹായ ഒരാൾ, ഇതേ മനുഷ്യൻ തന്നെ പിറ്റേന്ന് ആളുകളോട് നന്മ കൽപ്പിക്കാൻ തുടങ്ങി, തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, ബിദ്അത്തുകൾ എതിർക്കാൻ തുടങ്ങി, തിന്മകൾ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? അവനെപ്പറ്റി ആൾക്കാർ കുറ്റം പറയും, നേരെ അവരുടെ ടോൺ മാറും. താടി വെച്ചിട്ട് എന്താ കാര്യം, സ്കെച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെ ആയിരിക്കും പിന്നെ പറയാം. ഒരാളെയും വെറുതെ വിടില്ല എന്നായിരിക്കും ആളുകൾ പറയാം. അപ്പോൾ ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്, അവൻ ഇഷ്ടപ്പെടുന്നത് മുസ്ലിഹീങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ബദഅ അൽ ഇസ്ലാം ഗരീബൻ ഫസയഊദു കമാ ബദഅ. ഇസ്ലാം തുടക്കത്തിൽ ഗരീബായിരുന്നു, അപരിചിതമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവസ്ഥ ഇതാണ്. നിസ്കരിക്കുമ്പോൾ പെരടിക്ക് ചവിട്ടാൻ ആൾക്കാർ നിൽക്കുകയാണ്, അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. വസയഊദു കമാ ബദഅ, ആ ഇസ്ലാം തുടങ്ങിയതുപോലെയുള്ള അവസ്ഥയിലേക്ക് മടങ്ങും അവസാന കാലത്ത്. ഫതൂബ ലിൽ ഖുറബ, അന്ന് ഖുറബാക്കളായിട്ടുള്ള ആളുകൾ, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷ വാർത്ത, അവർ സന്തോഷിക്കുക, അവരുടെ അപരിചിതത്വത്തിൽ അവർ വിഷമിക്കേണ്ടതില്ല, മറിച്ച് സന്തോഷിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, അതാരാണ്? അവിടെ നിന്ന് പറഞ്ഞു, ഒരു റിവായത്തിൽ കാണാം, ഖൗമുൻ സ്വാലിഹൂന ഖലീലൂന ഫീ ഖൗമി സൂഇൻ കസീരീൻ, അവർ കുറച്ചാളുകളെ ഉണ്ടാവുകയുള്ളൂ, നല്ലവരായ ആളുകൾ, മോശമായ ആളുകൾ, ചീത്ത ആളുകൾ ധാരാളം ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദീൻ മുറുകെ പിടിക്കുന്ന നല്ലവരായ ഒരു ന്യൂനപക്ഷം, അതാണ്. മറ്റൊരു റിവായത്തിൽ അല്ലദീന യുസ്ലിഹൂന മ അഫ്സദന്നാസ്, ജനങ്ങൾ ചെയ്യുന്ന തിന്മകൾ നന്നാക്കുന്നവരാണവർ. അപ്പോൾ അതാണ് അവരുടെ ഖുർബത്തിനുള്ള കാരണം. അപ്പോൾ അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന കാര്യം ഇതാണ്, സ്വയം സ്വാലിഹാവുക, മുസ്ലിഹാവുക. ആദ്യം സ്വന്തം കുടുംബത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി
വകാന ഇൻദ റബ്ബിഹി വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. അദ്ദേഹം തൻ്റെ കുടുംബത്തെ നമസ്കാരവും സക്കാത്തും കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അള്ളാഹുവിന് തൃപ്തിയുള്ള അടിമയായിരുന്നു. അപ്പോൾ അള്ളാഹുവിന് തൃപ്തി കിട്ടാനുള്ള മാർഗ്ഗം ഇതാണ്, നന്മ കൽപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു സംശയം തോന്നും, ഇപ്പോൾ നന്മ കൽപ്പിച്ചിട്ട് ഉപദേശിച്ചിട്ട് ഞാനത് ചെയ്യുന്നില്ലെങ്കിലോ, മുനാഫിക്കാവില്ലേ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഇത് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസക്കും, സൂറത്തുൽ ബഖറയിലെ ആയത്ത്, നിങ്ങൾ സ്വന്തം കാര്യം മറന്നിട്ട് ജനങ്ങളെ ഉപദേശിക്കുകയാണോ എന്നുള്ള ബനു ഇസ്രായേലിനോട് ചോദിച്ച ചോദ്യം. ഈ യഹൂദികളോടുള്ള ആയത്ത്, ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, മുൻഗാമികൾ ഉദ്ധരിച്ചുകൊണ്ട്, ഒരാൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും എതിർക്കണം, തടയണം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു തിന്മ നടക്കുകയാണ്, ഒരാൾ വലിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ട്, നമ്മൾ വലിക്കുന്ന ആളാണ്, രഹസ്യമായിട്ട് വലിക്കാറുണ്ട്. അപ്പോൾ മുന്നിൽ ഒരാൾ വലിക്കുന്നുണ്ട്, അപ്പോൾ എതിർക്കണോ വേണ്ടേ? അപ്പോൾ ചില ആൾക്കാരുടെ മനസ്സിൽ അപ്പോൾ ശൈത്താൻ തക്കുവട്ട് കൊടുക്കും, അല്ലേ? അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, അതുപോലെ തന്നെ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ഇങ്ങനെയുള്ള ആയത്തൊക്കെ ശൈത്താൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും. അപ്പോൾ മാഷാ അല്ലാഹ്, അപ്പോൾ ഏതായാലും ഞാൻ എതിർക്കുന്നില്ല എന്നുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കും. മറ്റൊരാൾ വലിക്കുന്ന ആളാണ്, പക്ഷെ അവൻ പോയിട്ട് എതിർത്തു എന്ന് വിചാരിക്കുക. ആരാണ് ഇതിൽ കൂടുതൽ മോശം? ഈ ആയത്ത് ഓതിയിട്ട് മാറി നിന്നവനാണ്. കാരണം അവൻ രണ്ട് തിന്മ ചെയ്തു, വലിക്കുന്നുണ്ട്, അതിന് പുറമെ ഒരു തിന്മ കണ്ടിട്ട് മൗനം പാലിക്കുകയും ചെയ്തു. ഈ രണ്ട് തിന്മകളായി അവൻ്റെ അക്കൗണ്ടിൽ. മറ്റേ ആളോ വലിക്കുക എന്നുള്ളൊരു തിന്മ മാത്രമേ ഉള്ളൂ, തിന്മ തടയുക എന്നുള്ള കാര്യം അയാൾ ചെയ്തു. ഒരു തിന്മയോട് മൗനം പാലിക്കുക എന്നുള്ള തെറ്റ് അയാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആരാണ് മുന്നിൽ? തടഞ്ഞവനാണ്, തിന്മ എതിർത്തവനാണ്. അതുകൊണ്ട് സ്വയം ചെയ്യുന്ന തിന്മയാണെങ്കിലും അത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാൽ തടയണം. കാരണം ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞ റബ്ബ് തന്നെയാണ് തിന്മ കണ്ടാൽ തടയണം എന്നും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യണം. പിന്നെ അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് ഒരു തിന്മ നമ്മൾ എതിർത്താൽ അത് നമ്മളും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണമാവും. അല്ല, എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ പറയും, വലിക്കുന്ന ഒരാളോട് പറഞ്ഞു, രണ്ടാളോട് പറഞ്ഞു, വലിക്കാത്ത ആളുകൾക്ക് തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ മടിയാണ്. അപ്പോൾ വലിച്ചുകൊണ്ട് ഒരാൾ ഉപദേശിച്ച് കഴിഞ്ഞാലോ നമ്മൾ എന്തായാലും അത് ആ തിന്മ നിർത്തും, അവസാനിപ്പിക്കും. ഇനി അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറക്കുകയെങ്കിലും ചെയ്യും. ഇനി കുറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അത് ചെയ്യാതിരിക്കുകയെങ്കിലും ചെയ്യും. ഏറ്റവും കുറഞ്ഞത് ആളുകളുടെ മുന്നിൽ വെച്ച് തിന്മ ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണ്. കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിരീൻ. പരസ്യമായി തിന്മ ചെയ്യുന്നവരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹുവിൻ്റെ മാപ്പുണ്ട്, അള്ളാഹുവിൻ്റെ ആഫിയത്ത്, മോചനമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വലിയ തിന്മയിൽ നിന്നെങ്കിലും രക്ഷപ്പെടും, പരസ്യമായി തെറ്റ് ചെയ്യുക എന്നുള്ളതിൽ നിന്നെങ്കിലും രക്ഷപ്പെടും. അപ്പോൾ ഇതാണ് ഒരു നല്ല മനുഷ്യൻ്റെ സിഫത്ത്. സ്വയം സലാഹ് ഉണ്ടാവുക, നന്മയുണ്ടാവുക, മറ്റുള്ളവർക്ക് ഇസ്ലാഹ് അത് പറഞ്ഞു കൊടുക്കുക. ഇനി വീണ്ടും നിഷേധികളായ ആളുകളെ താക്കീത് ചെയ്യുകയാണ്. അവരുടെ സ്വഭാവം എന്താണ് എന്ന് 6-ാമത്തെ ആയത്ത് മുതൽ 10-ാമത്തെ ആയത്ത് വരെ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ 11-12 ആയത്തുകൾ പറഞ്ഞു. ഇനി വീണ്ടും ഈ നിഷേധികളെ താക്കീത് ചെയ്യുകയാണ്. അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. അപ്പോൾ ഈ തടയുന്നവൻ, അവൻ്റെ അവസ്ഥ എന്താണ്? നമസ്കരിക്കുന്ന സ്ഥലത്ത് പോയി പ്രശ്നമുണ്ടാക്കുന്നവൻ, അവൻ ഇൻ കദ്ദബ വതവല്ല, നിഷേധിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവനാണെങ്കിൽ. അപ്പോൾ അവിടെയും അറഅയ്ത എന്നുള്ള ഫിഅലാണ്. അതിൻ്റെ രണ്ടാമത്തെ മഫ്ഊൽ എവിടെയാണ്? അറഅയ്ത അദാബഹു, അല്ലേ? അവൻ നിഷേധിച്ച് തള്ളിക്കളയുകയാണെങ്കിൽ അവൻ്റെ അദാബ് എന്താണ് എന്ന് നീ കണ്ടുവോ? അറഅയ്ത അദാബഹു അറഅയ്ത ഇൻ കദ്ദബ വതവല്ല. കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി, തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുപോയി. അപ്പോൾ ഖുർആനിൽ ഓരോ വാക്കും ഉദ്ദേശപൂർവ്വം പ്രയോഗിക്കുന്നതാണ്, വെറുതെ അല്ല. അപ്പോൾ ഈ രണ്ട് വാക്കുകളുടെ ഉദ്ദേശം എന്താണ്? കദ്ദബ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അവസ്ഥയാണ്, തക്ദീബ്, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിശ്വാസങ്ങളൊക്കെ കളവാക്കുന്നവനാണ്. തവല്ല എന്ന് പറഞ്ഞാൽ അമലുകൾ ഉപേക്ഷിച്ചവനാണ്. തിരിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതനുസരിച്ച് അമൽ ചെയ്യാതെ അത് ഒഴിവാക്കി തിരിഞ്ഞുപോയി. അപ്പോൾ ഈമാനുമില്ല, അമലുമില്ല. ആമനു വഅമലു സാലിഹാത്ത് എന്നാണല്ലോ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയാറുള്ളത്. അതുപോലെ കദ്ദബ വതവല്ല, അതിൻ്റെ വിപരീതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ, മുൻഗാമികളൊക്കെ ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ട് അമലുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ച ആളുകൾ മുസ്ലിമല്ല, മുഅ്മിനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമലുകൾ ഉപേക്ഷിച്ചവൻ മുസ്ലിമല്ല എന്നുള്ളത് ശരിയാണ്, അതിന് ഈ ആയത്ത് തെളിവാക്കിയിട്ടുണ്ട്. കാരണം
ഇവിടെ കദ്ദബ വ തവല്ല, കുഫറിൻ്റെ രണ്ട് രൂപങ്ങളാണ് പറഞ്ഞത്, തക്ദീബും തവല്ലിയും. അപ്പോൾ അമലുകൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് അത് കുഫറാണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചില ഹദീസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെയല്ല എന്നുള്ളത്. അത് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഹദീസുകളുണ്ട്. ഉദാഹരണത്തിന് ഷഫാഅത്തിൻ്റെ ഹദീസ്, അല്ലെ നരകത്തിൽ നിന്ന് ഒരു അമലും ചെയ്യാത്ത ആളുകളെ മോചിപ്പിക്കും എന്ന് പറഞ്ഞ ഹദീസ്, അല്ലെ ഓരോ ആളുകളും ഷഫാഅത്ത് പറയും. ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസാണ്. ഷഫാഅത്തുൽ മലായിക, ഷഫാഅത്തുൽ സാലിഹൂൻ, ഷഫാഅത്തുൽ അംബിയ, എല്ലാവരും ഷഫാഅത്ത് പറഞ്ഞു കഴിഞ്ഞു. ബഖിയ ഷഫാഅത്തു അർഹമിർ റാഹിമീൻ, ഇനി അർഹമുർ റാഹിമീനായ അള്ളാഹുവിൻ്റെ ഷഫാഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് കുറേ ആളുകൾ മോചിപ്പിക്കും. ലം യഅമലു ഖൈറൻ ഖത്തു, ഒരു ഖൈറും അവർ ചെയ്തിട്ടില്ല എന്ന ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞതിനെതിരാവില്ലേ? മുൻഗാമികൾ ഈ ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവർ മനസ്സിലാക്കിയത് ഇങ്ങനെയല്ല. അവർ അമൽ ചെയ്ത് അമലുകൾ പൂർണ്ണമായി ഉപേക്ഷിച്ചവൻ കാഫിറാണ് എന്ന കാര്യത്തിൽ മുൻഗാമികൾ ഏകോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം 99 ആളെ കൊന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഹദീസ്. ആ ഹദീസിൽ അദ്ദേഹത്തിൻ്റെ അമലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ലം യഅമൽ ഖൈറൻ ഖത്തു, ഇതേ വാക്കാണ്, ഒരു ഖൈറും ചെയ്തിട്ടില്ല. പക്ഷെ അതേ ഹദീസിൽ തന്നെ അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്, ഫത്വ ചോദിച്ചിട്ടുണ്ട്, ഹിജ്റ പോയിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, തിന്മകളുമായി വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അദ്ദേഹം ചെയ്ത തിന്മകളുമായി നോക്കുമ്പോൾ ഈ അമലുകൾ ലാഹിറായി നോക്കിയാൽ വളരെ കുറവാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ലം യഅമലു ഖൈറൻ ഖത്തു എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇതാണ് നിഷേധിയായ ആളുകളുടെ അവസ്ഥ. അവരെ അള്ളാഹു താക്കീത് ചെയ്യുകയാണ്. ഇങ്ങനെ ഈമാനുമില്ല, അമലുമില്ല, ഈ സാലിഹായ മനുഷ്യനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലേ ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നുണ്ട് എന്ന കാര്യം. അവിടെയും മഫ്ഊൽ ബിഹി ഇല്ല. ഈ സൂറത്തിൽ ഫേലുകൾക്ക് അധികവും മഫ്ഊൽ ബിഹി ഇല്ല. കാരണം എല്ലാം ഒരേ കാരണം തന്നെയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ട്? എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നവൻ അറിയുന്നില്ലേ? ഇപ്പോൾ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ അറബി ഭാഷയുടെ ഈ സ്വഭാവങ്ങളൊന്നും അറിയാത്ത ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വളരെ വികൃതമായ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അള്ളാഹു കാണുന്നുണ്ട് എന്നവൻ അറിയുന്നില്ലേ എന്നൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. മറ്റൊരാൾ ഈ ഒരു വിഷയം അറിയുന്ന ഒരാളാണ്. മഫ്ഊൽ ബിഹി ഉണ്ടാകും ഫേലിന്. അപ്പോൾ ഇവിടെ മഫ്ഊൽ ബിഹി ഒഴിവാക്കിയത് ഒരു കാരണമുണ്ട്, തമീമാണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്യും? അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നവൻ അറിയുന്നില്ലേ എന്ന് പറയും. അതാണ് ശരി. പക്ഷേ വേർഡ് ടു വേർഡ് ഓരോ വാക്കെടുത്ത് നോക്കിയാൽ അള്ളാഹു കാണുന്നില്ലേ, പക്ഷെ അതിനേക്കാളും കൂടുതൽ ശരിയും കൂടുതൽ ഉള്ളിൽ തട്ടുന്നതും അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്നവൻ അറിഞ്ഞിട്ടില്ലേ എന്ന തർജ്ജമയായിരിക്കും. കല്ല ലഇല്ലം യൻതഹി, കല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ താക്കീത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലയാണ്. ലഇല്ലം യൻതഹി, അവനിത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന, നമസ്കാരത്തിൽ നിന്ന് തടയുന്ന ഈ സ്വഭാവം അവൻ നിർത്തിയിട്ടില്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ, ലനസ്ഫഅൻ, സഫഅ എന്നുള്ള ഫേല് അതിൻ്റെ ഫേല് മുളാരിയാണ് യസ്ഫഉ. ലനസ്ഫഅന്ന എന്നാണ് ഇതിൻ്റെ അസ്ല്. ലനസ്ഫഅൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൂന് തൗക്കീദ് രണ്ട് രൂപത്തിലുണ്ട്, സഖീലത്തും ഖഫീഫത്തും. ലനസ്ഫഅന്ന എന്നും പറയാം, ലനസ്ഫഅൻ എന്നും പറയാം. അപ്പോൾ ഇവിടെ ലനസ്ഫഅൻ എന്നതിൽ ഐന് കഴിഞ്ഞിട്ട് അലിഫാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് നൂനാണ്. ലനസ്ഫഅൻ എന്നാണ് അവിടെ ആ വാക്ക്. അത് എഴുത്തിൻ്റെ രൂപം എങ്ങനെയായി എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളുണ്ട്. ചില വാക്കുകൾ ഖുർആനിൽ പ്രത്യേക രൂപത്തിലാണ് എഴുതുക, സാധാരണ അറബി ഭാഷയിൽ എഴുതുന്ന പോലെയല്ല ചില സ്ഥലങ്ങളിൽ. ഇതതിൽപ്പെട്ടതാണ്. ശരിക്കും നമ്മളിത് മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ലനസ്ഫഅൻ എന്നുള്ളതിൽ അവസാനത്ത് നൂനായിരിക്കും. സഫ എന്ന് പറഞ്ഞാൽ എന്താണ്? സഫ എന്ന് പറഞ്ഞാൽ അൽ ജദ്ബു ബിഖുവ അല്ലെങ്കിൽ ബിഷിദ്ദ, ശക്തമായി പിടിച്ചു വലിക്കുക. അതാണ് സഫ എന്ന് പറയാം. ലനസ്ഫഅൻ, ഞാൻ അവനെ പിടികൂടുക തന്നെ ചെയ്യും. ബിൻ നാസിയ, അവൻ്റെ നാസിയത്തിൽ. നാസിയത്ത് എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ മുകളിലുള്ള, തലയുടെ മുൻഭാഗത്തുള്ള മുടിക്കാണ് നാസിയത്ത് എന്ന് പറയാം. കുടുമ എന്ന് പറയും മലയാളത്തിൽ. പണ്ട് കാലത്ത് ബ്രാഹ്മണന്മാരൊക്കെ മുട്ടടിച്ചിട്ട് കുറച്ച് മുടി ബാക്കി വെക്കുമല്ലോ മുന്നിൽ, അതിനാണ് നാസിയത്ത് എന്ന് പറയാം. അവിടെ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അപമാനിക്കുന്ന രൂപത്തിൽ അവനെ പിടികൂടും എന്ന് തന്നെയാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ. അപ്പോൾ ഇവിടെ അവൻ്റെ ഈ മുടി, നെറ്റിയുടെ മുകളിലുള്ള അല്ലെങ്കിൽ തലയുടെ മുൻഭാഗത്തുള്ള നാസിയത്ത് എന്ന് പറയുന്ന ആ മുടിയിൽ പിടിച്ചു വലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, കാദിബത്തും ഖാത്തിഅത്തുമായിട്ടുള്ള നാസിയത്ത്.
അപ്പോൾ ഈ നാസിയത്തിൻ്റെ വിശേഷണം പറയാം. എന്താണ്? കളവ് പറയുന്നതും തിന്മ ചെയ്യുന്നതുമായ. അപ്പോൾ അവിടെയും ഈ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ കാരണമുണ്ട്. കളവ്, തിന്മ എന്നുള്ള വാക്കുകൾ. എന്താണ്? അവൻ്റെ വാക്കുകൾ മുഴുവൻ കളവാണ്, പ്രവൃത്തികൾ മുഴുവൻ തിന്മയാണ്. അപ്പോൾ വാക്കും പ്രവൃത്തിയാണ് ഒരു മനുഷ്യനുള്ളത്, അത് രണ്ടും ഫസാദാണ്. അബൂജഹലിനെ കുറിച്ചാണ് പറയുന്നത്, കാദിബത്തിൻ ഖാതിഅ. അപ്പോൾ ഈ നാസിയത്ത് എന്ന് പറയുന്നത് ഈ മുൻഭാഗത്തുള്ള മുടിയാണെന്ന് പറഞ്ഞു. ആ മുടി കളവ് പറയും. അപ്പോൾ ഇത്ലാഖുൽ ജുസ്ഇ വ ഇറാദത്തുൽ കുൽ എന്ന് പറയും അറബി ഭാഷയിൽ. ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുക, പക്ഷെ ഉദ്ദേശിക്കുന്നത് ഒരു മുഴുവൻ രൂപത്തെയാണ്. അഥവാ അബൂജഹൽ എന്നുള്ള വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മുടി കളവ് പറയുന്നല്ല. കളവ് പറയുന്ന അതുപോലെ തിന്മ ചെയ്യുന്നവനായ അവനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. ഫൽയദ്ഉ നാദിയ. ഈ അവസാനത്തെ ഈ ഭീഷണി അവനെ പിടികൂടുമെന്നുള്ളത് അത് മറ്റൊരു സംഭവം ഇമാം തിർമിദിയൊക്കെ ഉദ്ധരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റൊരു സന്ദർഭത്തിൽ അബൂജഹൽ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞതായി ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവം. മുഹമ്മദിനെ നമസ്കരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അബൂജഹൽ ഭീഷണിപ്പെടുത്തി. ആ സന്ദർഭത്തിൽ അവതരിച്ച ആയത്തുകളാണ്. ഇനി ആ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയുകയാണെങ്കിൽ ലനസ്ഫഅൻ ബിൻ നാസിയ, അവനെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. ഫൽയദ്ഉ നാദിയ. അവൻ്റെ നാദി എന്ന് പറഞ്ഞാൽ സഭ എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ ഇപ്പോൾ ക്ലബ്ബുകൾക്കൊക്കെ നാദി എന്നാണ് പറയാം. ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലം, മജ്ലിസ് എന്നൊക്കെയാണ് അർത്ഥം. ഫലിയദ്ഉ നാദിയഹു. അവൻ്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൊള്ളട്ടെ. ഇത് പറയാനുള്ള കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം, അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്തിയ സംഭവം, അതിൽ കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അബൂജഹൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചും ഭീഷണിപ്പെടുത്തും. തിരിച്ചും നല്ല ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കും. അപ്പോൾ അബൂജഹലിന് പേടിയാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം കേൾക്കും. അപ്പോൾ അബൂജഹൽ പറയും, കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശക്തിയുള്ളവനാണ്, ചിലപ്പോൾ അബൂജഹലിനെ നിസ്സാരമായി നേരിടാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ ആളുകളുണ്ട്. അന അക്സറു ഹാദൽ വാദി നാദിയൻ. ഈ താഴ്വരയിൽ മക്കയിൽ ഏറ്റവും കൂടുതൽ ആളുള്ള അനുയായികളുള്ള ആൾ ഞാനാണ് എന്ന് പറയും അബൂജഹൽ. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ ആയത്തിറങ്ങുന്നത്. ഫല്യദ്ഉ നാദിയഹു. അവൻ്റെ ആളുകളെ വിളിച്ചു കൊള്ളട്ടെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫല്യദ്ഉ അഹ്ല നാദീഹി, അവൻ്റെ മജ്ലിസിലെ ആളുകളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആ സദസ്സിനെ വിളിക്കാൻ സാധിക്കില്ലല്ലോ. ഫല്യദ്ഉ അഹ്ല നാദീഹി. സനദ്ഉ സബാനിയ. ഞാൻ സബാനിയത്തിനെ വിളിക്കും. സബാനിയത്ത് എന്ന് പറഞ്ഞാൽ നരകം കാക്കുന്ന മലക്കുകളാണ്, നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളാണ്. സൂറത്ത് തഹരീമിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദ്. ആ നരകത്തിൽ അല്ലെങ്കിൽ നരകത്തിൻ്റെ പരിസരത്ത് മലക്കുകളുണ്ട്, പരുഷന്മാരായ കർക്കശക്കാരായ. ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകൾ നിർദാക്ഷിണ്യം, യാതൊരു കരുണയുമില്ലാതെ അവർ നടപ്പിലാക്കും എന്ന് പറഞ്ഞു. ആ മലക്കുകളെ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു താല ഈ മലക്കുകളെ കൊണ്ട് ദുനിയാവിൽ തന്നെ അബൂജഹലിനെ ശിക്ഷിക്കുമായിരുന്നു എന്നർത്ഥം. സബാനിയത്ത് എന്നുള്ള പേര് അവർക്ക് വരാൻ കാരണം സബ്നുൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. സബന എന്ന് പറഞ്ഞാൽ സഫ എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദഫ്ഉ ബിഷിദ്ദ, ശക്തമായി തള്ളുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ മലക്കുകൾ നരകത്തിലേക്ക് ആളുകളെ യാതൊരു കരുണയുമില്ലാതെ തള്ളിവിടുകയായിരിക്കും ചെയ്യുക. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ എന്ന് സൂറത്ത് തൂറിൽ പറഞ്ഞതുപോലെ അവർ നരകത്തിലേക്ക് വലിച്ചെറിയുകയായിരിക്കും. അങ്ങനെ വലിച്ചെറിയുന്നവരായ മലക്കുകൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അവരെ നാം വിളിക്കും സനദ്ഉ സബാനിയ. അപ്പോൾ ഈ ധിക്കാരികളായ നിഷേധികളായ ആളുകൾക്കുള്ള മറുപടി പറഞ്ഞതിന് ശേഷം അവസാനത്തെ ആയത്ത് അല്ലാഹു തആല പറയുന്നു, കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്. കല്ല, അവരോടുള്ള താക്കീതാണ്, നിഷേധികളായ മുശ്രിക്കുകളായ ആളുകൾക്കുള്ള താക്കീതാണ്. ലാ തുതിഅഹു, നീ അവരെ അനുസരിക്കരുത്. അവനെ എന്ന് പറഞ്ഞത് അബൂജഹലാണ്. അപ്പോൾ ഹറമിൽ നമസ്കരിക്കാൻ അബൂജഹൽ തടസ്സമുണ്ടാക്കുന്നത് നീ കാര്യമാക്കേണ്ടതില്ല. ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദ് ചെയ്യുക, അള്ളാഹുവിനോട് അടുക്കുക. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ അടുത്തു, ഇഖ്തരിബ് എന്ന് പറഞ്ഞാൽ അടുക്കുക. അപ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗ്ഗമാണ്. ഇവിടെ നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമസ്കരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗ്ഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും കാണാം അല്ലേ? എതിരാളികളെക്കുറിച്ചും അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണിത്. നമസ്കരിക്കുക, ദിക്ർ ചൊല്ലുക എന്നുള്ളത്. സൂറത്ത് ഹിജ്റിൻ്റെ അവസാനത്തെ ആയത്തുകൾ, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്നത്, മുശ്രിക്കുകൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ, അവരുടെ ആക്ഷേപങ്ങൾ, അത് കേട്ട് താങ്കളുടെ മനസ്സിന് ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട് എന്ന് നാം അറിയുന്നു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ തസ്ബീഹ് ചെയ്യുക, ദിക്ർ ചെയ്യുക. വകും മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുക, അഥവാ നമസ്കരിക്കുക. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ എൻ്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ തുടർന്നു കൊള്ളുക. അപ്പോൾ ഇതാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്. ദിക്ർ, സുജൂദ്, ഇബാദത്ത്, ഇതാണ് പരിഹാരം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെ, നമ്മളിപ്പോൾ പല പ്രയാസങ്ങളും മുസ്ലിം സമുദായം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലും ദീനിയായ കാര്യങ്ങൾ ഉപദേശിച്ചാൽ ചില ആൾക്കാർ പറയുന്നൊരു പറച്ചിലുണ്ട്. എന്താണ്? അവിടെ ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത്, മുസ്ലിം സമുദായം വേട്ടയാടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കിതാണ് പറയാനുള്ളത്, വുളൂ, നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ആയത്തൊക്കെ ഇറക്കുന്നത്. അവിടെ സുമയ്യ റളിയല്ലാഹു അൻഹ കൊല്ലപ്പെടുന്നു, അമ്മാർ റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെടുന്നു. ആ സമയത്ത് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇവരെ മോചിപ്പിക്കാനുള്ള കൽപ്പന എവിടെ? ഈ അമ്മാറിനെയും സുമയ്യയെയും മർദ്ദിതരെയും പീഡിതരെയും ഒക്കെ മോചിപ്പിക്കാൻ ഒരു കൽപ്പനയും മക്കിയായ ഒരു സൂറത്തിലുമില്ല. അത് ശക്തി ഉണ്ടായ സമയത്ത് മദീനയിലാണ് ഇവരെ ആയുധം കൊണ്ട് നേരിടാനുള്ള കൽപ്പനകൾ ഉണ്ടാകുന്നത്, യുദ്ധത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നത്. മക്കയിൽ ക്ഷമിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളൊക്കെ ഉള്ള കൽപ്പന ഇതാണ്: ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ വിധിക്ക് നീ ക്ഷമയോടുകൂടി കീഴൊതുങ്ങുക. വസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, നീ ഈ ദഅവത്ത് ഉപേക്ഷിച്ചു പോകരുത്. അതുപോലെ തന്നെ ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നത് കേട്ട് താങ്കൾ ക്ഷമിക്കുക. അല്ലെ, അവർ പറയുന്ന ആരോപണങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ, ഖുർആൻ സിഹറാണെന്ന് പറയുന്നു. ഈ ആരോപണങ്ങളാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ഭൗതികമായ പീഡനങ്ങളെക്കാൾ വലുത്. ഈമാൻ കുറവായതുകൊണ്ടാണ് നമുക്ക് അടി കിട്ടുന്നത് വലുതായിട്ട് തോന്നുന്നത്. അടി കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഭൂമിയിൽ ഷിർക്ക് കൺമുന്നിൽ പരസ്യമായി കാണുക എന്നുള്ളത്. പരസ്യമായി ഷിർക്ക് നടക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധീകരിച്ചു കഅബയെ. ആ കഅബ ശുദ്ധീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നതൊക്കെ കേട്ട് ക്ഷമിക്കുക എന്നാണ്. അപ്പോൾ മക്കയിലെ സാഹചര്യം എന്തായിരുന്നു, ആ സാഹചര്യമാണ് ഇന്ന് ലോകത്ത് അധികം മുസ്ലിമുകൾക്കുള്ളത്. ശത്രുക്കളെ അപേക്ഷിച്ച് ശക്തിയില്ല, സ്വാധീനമില്ല, അധികാരമില്ല. അത്തരം സാഹചര്യങ്ങൾ ചെയ്യേണ്ടത് ക്ഷമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുകയും ഉള്ള മുസ്ലിമീങ്ങളുടെ ജീവൻ ബാക്കിയുള്ളത് സംരക്ഷിക്കുകയും ചെയ്യുക, പീഡനം വർദ്ധിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ വലിയ വിജയമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് സൂറത്ത് ഷുഅറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്തുണ്ട്. എന്താണ്? വലഖദ് മനന്ന, സൂറത്ത് ഷുഅറാ ആണോ സൂറത്ത് സ്വാഫാത്താണോ? വലഖദ് മനന്ന അല മൂസ വ ഹാറൂൻ, മൂസാ നബി അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും നാം ഔദാര്യം ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വനസർനാഹും വഖൗമഹും അഫ്വൻ വനസർനാഹും ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അവരെ നാം സഹായിച്ചു. ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. അപ്പം അള്ളാഹുവിൻ്റെ നുസ്രത്ത്, അള്ളാഹുവിൻ്റെ സഹായം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖൗമിന് എപ്പോഴാണ് ഉണ്ടായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് അവരെ രക്ഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായമാണ്, വിജയമാണ് ശത്രുക്കളിൽ നിന്ന് ഉള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുക എന്നുള്ളത്. ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും അധികാരം കിട്ടിയിട്ടില്ലെങ്കിലും, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകാലത്ത് ഭരണം കിട്ടിയിട്ടില്ല. ഫിർഔനെ അള്ളാഹു നശിപ്പിച്ചു. പക്ഷേ മിസ്ർ ഭരിക്കുന്നത്, ഫലസ്തീനിൽ വന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ ഭരണം നടത്തുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ വലിയ സഹായമാണ് മുസ്ലിമീങ്ങൾക്ക് ഉള്ള പീഡനങ്ങൾ അത് എത്ര കണ്ട് കുറക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ അള്ളാഹു തആല
അവൻ്റെ സഹായത്തിനുള്ള സബബുകളായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിക്കുക എന്നുള്ളത്. അതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ശത്രുക്കളെ തിരിച്ചടിക്കുക, അവരെ പരാജയപ്പെടുത്തുക, കായികമായി നേരിടുക എന്നുള്ളത് നമുക്കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് നിലവിൽ. അങ്ങനെ സാധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നതാണോ? നമുക്കൊണ്ട് സാധിക്കുന്ന കാര്യം ചെയ്ത് കുറച്ചെങ്കിലും അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹത നേടുന്നതാണ് നല്ലത്. ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. അല്ല, അമ്പിയാക്കൾ അനുഭവിച്ചിട്ടുള്ള സാഹചര്യങ്ങളാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിട്ടുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാം അനുഭവിച്ചിട്ടുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് സൂറത്തുൽ സഫിൽ യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാർ അല്ലാഹി കമാ ഖാല ഈസാ ഇബ്നു മറിയം ലിൽ ഹവാരിയീൻ മൻ അൻസാരി ഇലല്ലാഹ്. നമുക്കറിയാം, ഈസാ നബി അലൈഹി സ്വലാം അനുയായികളോട് ചോദിച്ചു, ആരാണ് അള്ളാഹുവിനെ സഹായിക്കാനുള്ളത്, അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനുള്ളത്? അങ്ങനെ ഒരു വിഭാഗം ബനു ഇസ്രായേൽ വിശ്വസിച്ചു, ബഹുഭൂരിപക്ഷം നിഷേധിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിന് അനുയായികൾ വളരെ കുറവായിരുന്നു എന്നാണ്. അങ്ങനെ കുറച്ചാളുകൾ വിശ്വസിച്ചു. فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. അങ്ങനെ വിശ്വസിച്ച ആളുകളെ നാം പിന്തുണച്ചു. ഫഅസ്ബഹു ളാഹിരീൻ, അങ്ങനെ അവർ വിജയിച്ചു. ഈസാ നബി അലൈഹി സ്വലാമിന് ഭരണം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തെ കുരിശിൽ തറക്കാൻ വേണ്ടി പിന്നാലെ കൂടി അള്ളാഹു തആല ആകാശത്തേക്ക് ഉയർത്തുന്നത് അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നത് അള്ളാഹു തആല ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ എവിടെയാണ് വിജയം? വിജയം എന്ന് പറയുന്നത് നിലവിൽ ജീവിക്കുന്ന, ആരോഗ്യത്തോടെ നിർഭയത്വത്തോടു കൂടി ജീവിക്കുന്ന, ശത്രുക്കളുടെ ഉപദ്രവം ഏൽക്കാതെ കഴിയുന്ന മുസ്ലിമീങ്ങൾ ആ അവസ്ഥയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് തുടരുന്നത് തന്നെ വലിയ വിജയമാണ്. ഇത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് അള്ളാഹു തആല ഇങ്ങനെ മക്കയിൽ ആയത്തുകൾ അവതരിപ്പിച്ചതെന്ന് മനസ്സിലാകും. മുശ്രിക്കുകളുടെ ഉപദ്രവങ്ങൾ വർദ്ധിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും അള്ളാഹുവിൻ്റെ കൽപ്പന ചെയ്താണ്, കല്ലാ ലാ തുതിഅഹു വസ്ജുദ് വഖ്തരിബ്, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ആയത്തിൽ മറ്റൊരു സൂചനയുള്ളത്, സുജൂദ് നമുക്കറിയാം ഒരാളുടെ ഏറ്റവും വിനയാന്വിതമായ അവസ്ഥയാണ്. അല്ലെ, ആളുകൾ നടന്നു പോകുന്ന, ചവിട്ടി നടക്കുന്ന സ്ഥലത്താണ് മുഖം വെക്കുന്നത്. നമ്മൾ സുജൂദ് ചെയ്ത സ്ഥലത്ത് അടുത്ത ആൾ നടന്നു പോകും, അല്ലെങ്കിൽ ഒരാൾ സഫിലേക്ക് നടന്നു പോയ സ്ഥലത്താണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ വിനയത്തിൻ്റെ രൂപമാണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, മറ്റൊരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യുന്നത് ശിർക്കാണ്. ഇത് അള്ളാഹുവിന് മാത്രമേ ഒരു മുസ്ലിം ചെയ്യുകയുള്ളൂ. അത് മുസ്ലിങ്ങൾക്ക് ആർക്കും തർക്കമില്ല കാര്യത്തിൽ. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരാൾക്ക് എത്ര കണ്ട് വിനയമുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിനെ ഉയർത്തും. വസ്ജുദ് വഖ്തരിബ്, സുജൂദ് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങേയറ്റത്തെ വിനയമുള്ള ആളുകൾ, അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു ഉയർത്തും. ഒരു ഹദീസിൽ കാണാം, മൻ തവാദഅ ലില്ലാഹി മാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആർ വിനയം കാണിച്ചിട്ടുണ്ടോ അവനെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല, അവൻ്റെ സ്ഥാനം അള്ളാഹു ഉയർത്തും. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറയുന്നത് കാണാം, ഈ ഹദീസ് ഒരാൾ വായിച്ചിട്ട് എനിക്ക് ഉയർച്ചയുണ്ടാകണം, അള്ളാഹു എന്നെ ഉയർത്തണം എന്ന് വിചാരിച്ച് വിനയം കാണിച്ചാൽ അവൻ അള്ളാഹു ഉയർത്തൂല. കാരണം അള്ളാഹു തആല പറഞ്ഞത് മൻ മാ തവാദഅ അഹദുൻ ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് വിനയം എന്ന് വിചാരിച്ചിട്ട് തവാദു കാണിച്ചാൽ അള്ളാഹുവിനെ ഉയർത്തും. അല്ല, തവാദു കാണിച്ചാൽ എന്നെ അള്ളാഹു ഉയർത്തും എന്ന് വിചാരിച്ചാലോ ലില്ലാഹി അല്ല, അവിടെ ലിർഫഅത്തിയാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് തവാദു കാണിക്കുന്നത്, അവനത് ഉണ്ടാവുകയില്ല. അപ്പോൾ ആ ആശയം, വിനയം കാണിക്കുന്ന ആളുകൾ അള്ളാഹു ഉയർത്തും എന്നുള്ളത് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അള്ളാഹു തആല നമുക്ക് ചെയ്ത വലിയ നിഅമത്ത്, അല്ലെ, സുജൂദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്, നമസ്കരിക്കുക എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്ലീസ് ഒരു സുജൂദ് അഹങ്കാരത്തോടു കൂടി ഉപേക്ഷിച്ചത് കാരണം, അല്ലെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് സുജൂദ്, ആദം നബിക്കാണ് സുജൂദെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് ധിക്കരിച്ചത് കാരണം സ്വർഗ്ഗം നഷ്ടമായി. അതുപോലെ എത്ര മനുഷ്യന്മാർ ഈ ലോകത്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് നമസ്കരിക്കാതെ ജീവിക്കുന്നുണ്ട്. കാഫിറുകളായ ആളുകൾ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നമസ്കരിക്കാതെ നടക്കുന്ന ആളുകൾ. അക്കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മെ തിരഞ്ഞെടുത്തു അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ നമ്മൾ സുജൂദ് ചെയ്യുകയുള്ളൂ. ആലോചിച്ച് നോക്കൂ, ചില രംഗങ്ങൾ കാണാം, ഈ അറബ് രാജ്യങ്ങളിലൊക്കെ വധശിക്ഷ നടപ്പിലാക്കാൻ വിധിച്ചിട്ട് മാപ്പ് കൊടുക്കുന്ന രംഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ കൊല്ലപ്പെടാനിരിക്കുന്ന, ശിക്ഷ നടപ്പിലാകാനിരിക്കുന്ന ആളുടെ കുടുംബക്കാർ പോയി മരിച്ച ആളുടെ ബന്ധുക്കളോട് സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർ വിനയം കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. അവരുടെ നാട്ടു നടപ്പനുസരിച്ചുള്ള പല ചടങ്ങുകളുണ്ട്.
ചിലപ്പോൾ മാപ്പ് കൊടുത്തതിന് ശേഷം അവർ നന്ദി കാണിക്കാൻ വേണ്ടി പലതും ചെയ്യും. ചില ആൾക്കാർ പണം എറിഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട്. അവരെ വിനയം കാണിക്കാൻ വേണ്ടി അവരെ വസ്ത്രം തലപ്പാവൊക്കെ അയച്ച് അവരെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കും. പക്ഷെ സുജൂദില്ല. അവിടെ ഈ തല വെട്ടാൻ വേണ്ടി നിലത്തിരിക്കുന്നവൻ അവിടുന്ന് എഴുന്നേറ്റ് വരുന്ന രംഗത്ത് ആ സന്ദർഭത്തിൽ അവൻ ചെയ്യുന്ന അവരുടെ ചടങ്ങുകളുണ്ട്. അതിലൊന്നും റുക്കുവും സുജൂദൊന്നുമില്ല. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ല അവൻ്റെ ജീവൻ രക്ഷിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സുജൂദ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. ഇത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രം സുജൂദ് ചെയ്യുക എന്നുള്ളത്. ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുആയിൽ അദ്ദേഹം എടുത്തു പറയുമായിരുന്നു, അല്ലാഹുമ്മ കമാ സുൻത വജ്ഹി അനി സുജൂദി ലിഗൈരിക് ഫസുൻ വജ്ഹി അൻ സുആലി ഗൈരിക്. അള്ളാഹു എൻ്റെ മുഖം നീയല്ലാത്ത മറ്റൊരാളുടെ മുന്നിലും സുജൂദ് ചെയ്യാതെ നീ സംരക്ഷിച്ചതുപോലെ മറ്റൊരാളുടെ മുന്നിലും കൈനീട്ടാതെ നീ എന്നെ സംരക്ഷിക്കണേ അദ്ദേഹം ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് എടുത്തു പറഞ്ഞിട്ടാണല്ലോ ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തായിട്ട് ഇമാം അഹ്മദ് എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ് സുൻ തവജ്ഹി സ്വാന യസൂനു എന്നുള്ളത് ഉണ്ടായിട്ടുള്ളതാണ്. സുൻ തവജ്ഹി അനി സുജൂദിൽ കയറിക്ക്. അള്ളാഹു അല്ലാത്തവർ സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിച്ചു എന്നുള്ളത്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. നമസ്കാരത്തിൻ്റെ റുക്കനായതുകൊണ്ടാണ് സുജൂദ് എന്ന് എടുത്തു പറഞ്ഞത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ്. ഇത്രയുമാണ് സൂറത്തുൽ അലക്കിൻ്റെ ആശയം. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുക, ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുക, അതാണ് നമ്മുടെ രക്ഷക്കുള്ള മാർഗം. ഇവിടെ നമസ്കാരത്തെക്കുറിച്ച് 2 തവണ പറയുകയുണ്ടായി. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞതിനെക്കുറിച്ചും അവസാനം നമസ്കരിക്കുക എന്നുള്ള കൽപ്പനയും. ഇപ്പോൾ വിശുദ്ധ ഖുർആനാണ് ഈ സൂറത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ പറഞ്ഞു. ഖുർആൻ ഓതുക, പഠിപ്പിക്കുക, അത് തടയുന്ന ആളുകളുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് സൂറത്തിൻ്റെ ഉള്ളടക്കം. അതിൻ്റെ ഇടയിൽ നമസ്കാരം കയറി വരാനുള്ള കാരണം എന്താണ്? ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ റുക്കൻ എന്താണ്? സൂറത്തുൽ ഫാത്തിഹ, ഖുർആനാണ്. അപ്പോൾ ഖുർആനാണ് വിഷയം. ഖുർആൻ ഓതുക എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്കൻ എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മക്കയിലെ മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രതിഷേധം എന്തായിരുന്നു? സുജൂദ് ചെയ്യുന്നു എന്നതാണോ? അല്ല, അവർ സുജൂദ് ചെയ്യാറുണ്ട്, അവർ നമസ്കരിക്കാറുണ്ട്. അവരുടെ പ്രശ്നം നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു എന്നുള്ളതാണ്. അവരുടെ നമസ്കാരത്തിൽ ഖുർആനില്ല. ഖുർആനിലാണ് തൗഹീദ് ഉള്ളത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുപോലെ അവരുടെ ഇലാഹുകളെയൊക്കെ കുറ്റം പറയുന്നത് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവർ അള്ളാഹുവിന് ഒരുപാട് സമന്മാരെ സ്വീകരിച്ചിട്ടുണ്ട്, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, ലാത്തയും ഉസ്സയും ഉണ്ട്. ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ ലാത്തയും ഉസ്സയും ഒന്നും അവരാരാധന അർഹിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് അവർക്കറിയാം, മുശ്രിക്കുകൾക്കറിയാം. അപ്പോൾ അവരുടെ തടസ്സം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രതിഷേധം, നമസ്കാരത്തിൽ അവർ ഇഷ്ടപ്പെടാത്ത കാര്യം ഖുർആൻ പാരായണമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്ത് ഖുർആനെ കുറിച്ചുള്ളതാണ്. ഖുർആൻ ഓതുക, അത് പഠിപ്പിക്കുക, അതിനെ തടസ്സമുണ്ടാക്കുന്ന ആളുകൾ അവരുടെ തടസ്സവും ശല്യവും അത് അവഗണിക്കുക, അള്ളാഹുവിനോട് ഈ ഖുർആൻ കൊണ്ട് തന്നെ അടുക്കാൻ ശ്രമിക്കുക. ഇതാണ് സൂറത്തിൻ്റെ ചുരുക്കം. ഒരു ആലിമിൻ്റെ വാക്ക് ഈ അടുത്ത് കേൾക്കേണ്ടായി. ജീവിച്ചിരിക്കുന്ന ഒരു അറിയപ്പെട്ട ഒരു ആലിം, അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരുപാട് ഫിത്നകൾ ഇന്ന് ഈ ലോകത്ത് പുതുതായി കടന്നു വന്നിട്ടുണ്ടല്ലോ, ഒരുപാട് ഫിത്നകൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക? എങ്ങനെയാണ് ഈ ഫിത്നകളൊക്കെ നേരിടുക, പുതുതായിട്ടുണ്ടാവുന്ന ഫിത്നകൾ? അദ്ദേഹം പറഞ്ഞു, അൽ ഇൻകിബാബു അൽ ഖുർആൻ. ഖുർആൻ്റെ മുകളിൽ കമിഴ്ന്ന് വീഴുക. ഇൻകിബാബ് എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് വീഴുക എന്നാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫേല് മുളാരിയാണ്. നമസ്കാരത്തെക്കുറിച്ച് വരെ പറഞ്ഞപ്പോൾ അഖാമുസ്സല എന്നാണ് പറഞ്ഞത്, മാളിയാണ്. മുളാരിയാണ് മാളിയേക്കാൾ ഇസ്തിമ്രാറിനെ സൂചിപ്പിക്കുന്ന ഫേല്. നഹ്വിൻ്റെ നിയമപ്രകാരം അല്ലെങ്കിൽ അറബി ഭാഷാ നിയമപ്രകാരം മുളാരി ആണ് കൂടുതൽ തുടർച്ചയായി സംഭവിക്കുന്ന കാര്യം. നമ്മൾ എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയുകയുണ്ടായി, കളവ് പറഞ്ഞു, കളവ് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ഫുലാനുൻ യക്ദിബ്, കളവ് പറയുന്നവനാണ്, അല്ലെങ്കിൽ അവൻ കളവ് പറയുന്നു എന്ന് പറഞ്ഞാൽ കുറേ പറയുന്നുണ്ട്. ഖദബ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കളവ് പറഞ്ഞാലും പറയാം. അപ്പോൾ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധം, അതാണ് എല്ലാ ഫിത്നകളിൽ നിന്നുമുള്ള മോചനം, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അല്ലാഹു തആല നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് ഓതുക, അതാണ് ഇവിടെ ഈ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ സൂറത്തിൽ ഈമാനിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് ഖുർആനെക്കുറിച്ച് പറയുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ് കാണാം, തഅല്ലംനൽ ഈമാൻ
സുമ്മ തഅല്ലംനൽ ഖുർആൻ ഫസ്ദദ്നാ ബിഹി ഈമാനൻ. അല്ലെ, സഹാബത്ത് എങ്ങനെയായിരുന്നു ഖുർആനെ കണ്ടിരുന്നത് എന്ന് ഈ വക അസറുകളിൽ നിന്നൊക്കെ മനസ്സിലാവും. നമ്മൾ ഓതുന്നത് പോലെ അർത്ഥമറിയാതെ ഓതുകയായിരുന്നോ സഹാബത്ത് ചെയ്തിരുന്നത്? അല്ല. തഅല്ലംനൽ ഈമാൻ, ആദ്യം ഞങ്ങൾ ഈമാൻ എന്താണെന്ന് പഠിച്ചു, മുസ്ലിമായി. സുമ്മ തഅല്ലംനൽ ഖുർആൻ, പിന്നെ ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഫസ്ദദ്നാ ബിഹി ഈമാനൻ, അങ്ങനെ ഈമാൻ കൂടുകയുണ്ടായി വിശുദ്ധ ഖുർആൻ കൊണ്ട്. അപ്പോൾ ഈമാൻ കൂടാനുള്ള ഒരു വഴിയായിട്ടായിരുന്നു അവർ ഖുർആനെ കണ്ടിരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഈമാനും ഖുർആൻ ഇത് രണ്ടും കൂടിയുള്ള ആളുകൾ മുർത്തദ്ദാവുകയില്ല. അല്ല, ഇപ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് കാണാം, മുർത്തദ്ദുകൾ, അവർ വളരെ അഭിമാനമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കാണാം. ഇവരൊക്കെ ചരിത്രം നിങ്ങളെടുത്ത് നോക്കുക. അവർ ചില ആളുകൾ പറയും, ഞാൻ ദർസിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്, അവരെ കുറേ ചരിത്രങ്ങളൊക്കെ പറയും. ഇവരുടെ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഈമാനും എൽമും രണ്ടും കൂടി ഉണ്ടാവില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, ഈമാനും എൽമും ഉള്ളയാൾ മുർത്തദ്ദാവുകയില്ല, ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടാവും. ദർസിൽ പഠിച്ചിട്ടുണ്ട്, അവന് പിന്നെ അർത്ഥമറിയാത്ത കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. ശരിക്ക് എൽമുള്ള ഒരാൾ, എൽമിൻ്റെ പേരിൽ, ഫിഖ്ഹിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരാൾ, അതുപോലെ ഈമാൻ കൊണ്ട് അറിയപ്പെട്ട ആൾ. ഈമാൻ കൊണ്ട് എങ്ങനെ അറിയപ്പെടാം? ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈമാൻ ആർക്കും അറിയില്ല, പക്ഷേ കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഈമാൻ, അല്ലേ? അടുത്ത ആളുകൾക്കൊക്കെ മനസ്സിലാവും, അവൻ്റെ കുടുംബത്തിലും അതുപോലെ തന്നെ തൊട്ടടുത്ത ആളുകൾക്കൊക്കെ അവൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും ശരിക്കും ഈമാനുള്ള ആളാണോ അല്ലേ എന്നുള്ളത്, ഏകദേശം, അല്ലേ? മുനാഫിക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മുനാഫിക്കുകളുടെ സ്വഭാവം നമുക്കറിയാം, അല്ലേ? സഹാബത്തിൻ്റെ കാലത്ത് അവർക്കറിയാമായിരുന്നു മുനാഫിക്കുകൾ. ഒരാളെ പറ്റി മുനാഫിക്ക് എന്ന് നമ്മൾ പറയാൻ പാടില്ല ഉറപ്പിച്ച്. പക്ഷേ ഈ പറയാൻ പാടില്ല എന്നുള്ളതിനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ്, ഒരിക്കലും ഒരാളെ പറ്റി അങ്ങനെ വിചാരിക്കാനേ പാടില്ല. ഒരാൾ മുനാഫിക്കുകളുടെ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, ശഹ്വത്ത് കൊണ്ട് തെറ്റ് സംഭവിക്കുന്നതല്ല, നേരെ മറിച്ച് കളവും അതുപോലെ തന്നെ വഞ്ചനയും ഇങ്ങനെ മുനാഫിക്കുകളുടെ അടയാളമായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ അവനെപ്പറ്റി ഒരു പൂർണ്ണ മുഅ്മിനാണ് എന്നുള്ള ധാരണയിൽ മനസ്സിൽ കൊണ്ടു നടക്കണം. അങ്ങനെയില്ല. മുനാഫിക്കാണ് എന്നൊരാളെ പറ്റി സംശയം തോന്നിയാൽ സംശയിക്കാം, അത് പറഞ്ഞ് തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് മാത്രം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം യുദ്ധത്തിന് പോകാതെ മദീനയിൽ ബാക്കിയായി. തബൂക്ക് യുദ്ധത്തിന് എല്ലാ സഹാബത്തും പുറപ്പെട്ടു. അദ്ദേഹം നാളെ പോകാമെന്ന് വിചാരിച്ച അവസാനം പോയില്ല. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല പോകാത്തത്, കുറേ ആളുകൾ പോകാത്തതുണ്ട്. ഇദ്ദേഹവും സുഹൃത്തുക്കളായ 2 സഹാബത്തും ഉണ്ട്, ബാക്കി കുറേ മുനാഫിക്കുകളുണ്ട്, പിന്നെ രോഗികളും സ്ത്രീകളുമായിട്ടുള്ള ആളുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നാളെ പോകാം, എൻ്റെ അടുത്ത് നല്ല ഒട്ടകമുണ്ട്, നല്ല സ്പീഡുള്ള കുതിരയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എത്തും, സഹാബത്ത് പോട്ടെ, ഞാൻ അടുത്ത ദിവസം പോയാലും അവർ കൂടെ എത്തും എന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ മടി കാരണം അദ്ദേഹത്തിന് അങ്ങനെ നീട്ടിവെച്ച് അവസാനം പോകാൻ പറ്റിയില്ല. അങ്ങനെ അവരെ ഹജ്ർ ചെയ്തു നബിയും സഹാബത്തും. അപ്പോൾ ഈ കഥ പറയുന്ന സമയത്ത് 50 ദിവസത്തോളം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചില്ല. അവസാനം വഹി ഇറങ്ങുകയും അവർ മുനാഫിക്കുകളല്ല എന്നുള്ള ആയത്ത് അവതരിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും സംസാരിക്കുകയും ചെയ്തു. ഇതിനിടക്ക് അദ്ദേഹം പറയുകയാണ്, ഈ യുദ്ധസംഘം തിരിച്ചു വരുന്നവരെ ഞാൻ മദീനയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം കാണുന്നതൊക്കെ വഴിയിൽ പെണ്ണുങ്ങളും കുട്ടികളും അതുപോലെ തന്നെ നിഫാക്ക് കൊണ്ട് ആരോപിക്കപ്പെട്ട ആളുകളും. അപ്പോൾ നിഫാക്ക് കൊണ്ട് ആരോപിക്കപ്പെട്ട ആളുകളുണ്ട്. എങ്ങനെയാണ് മനസ്സിലാകുക? നമുക്കറിയാം വഹയിലൂടെ മുനാഫിക്കുകൾ ആരൊക്കെയാണെന്നുള്ളത് അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് പേര് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറൊരു സഹാബിക്കും അറിയില്ല മുനാഫിക്കുകൾ ആരാണെന്നുള്ളത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള സഹാബത്തിനൊന്നും അറിയില്ല മുനാഫിക്കുകൾ ആരാണെന്നുള്ളത്. പിന്നെ സ്വന്തമായിട്ട് മുനാഫിക്കിനെ കണ്ടുപിടിക്കാൻ വഴിയുണ്ടോ? ലാ തഅലമുഹും വലകിന്നല്ലാഹു യഅലമുഹും, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. പിന്നെ എങ്ങനെയാണ് കഅബ് ബിൻ മാലിക്കിന് മനസ്സിലാവുന്നത്? ലക്ഷണം വെച്ചിട്ട്. ചില ഹദീസുകളിൽ കാണാം, വജ്ഹുഹു ലിൽ മുനാഫിഖീൻ, ഒരു സഹാബി മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞതാണ്, അവൻ്റെ മുഖം മുനാഫിക്കുകളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും മുനാഫിക്കുകളുടെ കൂടെയാണ്. ഒരാളുടെ കൂട്ടുകെട്ട്, അയാളുടെ പ്രവൃത്തികൾ, അയാളുടെ രഹസ്യം, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടാൽ മുനാഫിക്കാണ് എന്ന് സംശയിക്കാൻ സാധിക്കും. അങ്ങനെ സംശയിക്കപ്പെട്ട ആളുകളായിരിക്കും അവരൊക്കെ, ഈ പറയുന്ന ആളുകളൊക്കെ. അതല്ലാതെ ഒരു തികഞ്ഞ മുഅ്മിനാണ്, അവൻ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരുന്നു, രഹസ്യമായ ഇബാദത്തുകൾ ചെയ്യുന്നവനായിരുന്നു എന്ന് അവനെ അടുത്തറിയുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള, അതോടൊപ്പം ദീനിൽ എൽമുള്ള. അല്ല, ഇന്ന് നമ്മൾ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ആലിമാണ്, അങ്ങനെയല്ല. ശരിക്കും ആഴത്തിൽ ദീൻ പഠിച്ചിട്ടുള്ള ഒരു ആലിം എന്ന് പറയാവുന്ന ദർജയിലെത്തിയിട്ടുള്ള, അതോടൊപ്പം ഈ പറഞ്ഞ ഈമാനും കൂടിയുള്ള ആളുകളെ ആരെങ്കിലും മുർത്തദ്ദുകളുടെ കൂട്ടത്തിൽ, ഈ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ മുർത്തദ്ദുകളൊക്കെ അവർ വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മുറിമല്ലന്മാരും താർക്കികന്മാരും
അവരുടെ വളരെ അടുത്ത ആളുകൾ, സ്വന്തം മാതാപിതാക്കൾ അവരെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നവരും ഇങ്ങനെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുകയില്ല, ഇൽമും അതുപോലെ തന്നെ ഈമാൻ. ആ ഇൽമുണ്ടാക്കാനുള്ള മാർഗ്ഗം എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തുമ്മ തഅല്ലംനൽ ഖുർആൻ ഫസ്ദദ്നാ ബിഹി ഈമാൻ, ഖുർആൻ പഠിച്ചു, അങ്ങനെ ഈമാൻ കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാനും ഇൽമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അടുത്ത ആഴ്ച ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്.